Everyone, I am Suhail from SMEC Automation Private Limited. നമ്മളിന്ന് പറയുന്നത് Good afternoon everyone, I am Suhail from SMEC Automation Private Limited. നമ്മളിന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റിന് എന്തൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ആ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാം, അതിനായിട്ട് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, നമ്മളുടെ സ്കിൽ സെറ്റ് എന്തൊക്കെ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ 4 വർഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, ആ സ്ട്രീമിൽ തന്നെ നമുക്കൊരു ജോബ് കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ഹൈലി പെയ്ഡ് അല്ലെങ്കിൽ ഡിമാൻഡിങ് ആയിട്ടുള്ള സെക്ടേഴ്സ്, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിനെ സംബന്ധിച്ചോളം ഡിമാൻഡിങ് ആയിട്ടുള്ള സെക്ടേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി ഈ 5 കാറ്റഗറി എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ സെക്ടറിൽ വർക്ക് ചെയ്യാം, കമ്മീഷനിങ് സെക്ടറിൽ വർക്ക് ചെയ്യാം, മെയിൻ്റനൻസ് സെക്ടറിൽ വർക്ക് ചെയ്യാം, ഓപ്പറേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യാം, ദെൻ ക്വാളിറ്റി കൺട്രോൾ ഓർ അഷുറൻസ് QC ഓർ QA ഈ സെക്ടറിൽ വർക്ക് ചെയ്യാം. മെയിൻലി ഹൈ പെയ്ഡ് ആയിട്ടുള്ള 5 സെക്ടേഴ്സാണ് ഈ 5 സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 സെക്ടേഴ്സിലും നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് സ്കിൽ സെറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ സ്കിൽ സെറ്റ്സ് ആണ് അടുത്തത് നമ്മൾ പറയുന്നത്, കോമൺലി റിക്വയർഡ് സ്കിൽസ്. ആ സ്കിൽസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് മറൈൻ ഓട്ടോമേഷൻ ഓർ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, MEP HVAC, ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ, പവർ ആൻഡ് ഇലക്ട്രിക്കൽ QC. ഇൻഡസ്ട്രിയൽ ആൻഡ് മറൈൻ ഓട്ടോമേഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇൻഡസ്ട്രിയൽ ആൻഡ് മറൈൻ ഓട്ടോമേഷൻ നിറയെ ഇപ്പോൾ നമ്മുടെ ഒരു 5 years ആയിട്ട് ബൂമിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സെക്ടറാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് മറൈൻ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഓരോന്നും എന്താണ്, ആ സെക്ടേഴ്സിനകത്ത് എന്തൊക്കെ വരും എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പറയുന്നത്. ഓട്ടോമേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നിന്ന് നമുക്കിപ്പോൾ മാറ്റാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് ഹൈ എൻഡ് ടെക്നോളജി ഉള്ള എറയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്, ലൈക്ക് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, മറൈൻ ഓട്ടോമേഷൻ, ഹോം ഓട്ടോമേഷൻ, ലാൻഡ് ഓട്ടോമേഷൻ, ലൈക്ക് ദാറ്റ് ദർ ആർ മെനി ടൈപ്സ്. അതിൽ ഒരു ഇലക്ട്രിക്കലിൽ വരുന്നവർക്ക് വരുന്നത് 3 കാറ്റഗറിയിൽ വരാം. ഒന്ന് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ദെൻ മറൈൻ ഓട്ടോമേഷൻ, ദെൻ ഹോം ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം സിംപ്ലി ഓട്ടോമാറ്റിക് അല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. I will explain with an example. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങൾ, അതായത് ഇപ്പം നമ്മളൊരു മാളിൽ പോയി, ആ മാളിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഡോർ, പണ്ടൊക്കെ നമ്മൾ ഡോർ ഒന്നുകിൽ നമ്മൾ തുറക്കണം, അല്ലെങ്കിൽ അവിടെ തുറന്ന് തരാൻ ഒരാളുണ്ടാകും അല്ലേ. ഇപ്പോൾ പക്ഷേ നമ്മൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ചെന്ന് കയറിയാൽ അത് തന്നെ തുറക്കും, നമ്മൾ കയറി കഴിയുമ്പോൾ അത് തന്നെ അടയുകയും ചെയ്യും അല്ലേ. ദെൻ നമ്മൾ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് എന്താണ്, നെക്സ്റ്റ് ഒരു എസ്കലേറ്റർ. പല ടൈമും നമ്മളിപ്പോൾ ഒരു ഓഫ് ഡേയ്സ്, അതായത് മൺഡേ ടു തേഴ്സ്ഡേ നമ്മളൊരു മാളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ മാളിലെ എസ്കലേറ്റേഴ്സ് ഓഫ് കണ്ടീഷനിൽ നമുക്ക് കാണാം. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ അത് ഓണാകും അല്ലേ. ഇതാണ് ഓട്ടോമേഷൻ ടെക്നിക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓട്ടോമേഷൻ വർക്ക്സ് എന്ന് പറയുന്നത്. ഇതേ കാര്യങ്ങൾ നമ്മളൊരു ഇൻഡസ്ട്രിയൽ ലെവലിൽ ചിന്തിച്ചേ, ഒരു ഇൻഡസ്ട്രിയിൽ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യണം, ആ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാനും പറ്റണം. അതാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് എങ്ങനെ പറയാം, ഡെലിഗേഷൻ ഓഫ് ഹ്യൂമൻ കൺട്രോൾ ഫങ്ഷൻ ടു ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്. അതായത് ഹ്യൂമൻ കൺട്രോളിനെ മാറ്റി ടെക്നിക്കൽ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നതിനെയാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ, നമ്മളൊരു പുതിയ കാര്യം എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണം വേണ്ടേ,
ആ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ, നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കൂട്ടാൻ പറ്റും. എങ്ങനെയാണ് ഈ പ്രൊഡക്ടിവിറ്റി കൂടുന്നത്? സിമ്പിളായിട്ട് നമുക്ക് ഒരു ആലോചിച്ച് നോക്കാം. ലൈക്ക് ഞാൻ വർക്ക് ചെയ്യുന്നു. എൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 8 hours പെർ ഡേ ആണെന്ന് വെച്ചോ. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെയോ 5 മണി വരെയോ ആണ്. ഈ 8 മണി തൊട്ട് 5 മണി വരെ ഞാൻ വർക്ക് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും 100% അല്ലെങ്കിൽ ഒരേപോലെ ഇരിക്കണമെന്നില്ല. പക്ഷെ അതേസമയം നമ്മളൊരു മെഷീൻ വെക്കുമ്പോൾ ആ മെഷീൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ആ മെഷീനെ കൺട്രോൾ ചെയ്യുന്നതൊരു മെഷീൻ കൂടെ ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും 100% ആയിരിക്കും. സോ 8 hours എനിക്ക് പകരം ഇപ്പോൾ ഇവിടെ ഒരു കമ്പ്യൂട്ടറാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ സൗണ്ട് കുറഞ്ഞും കൂടിയും വരും. പക്ഷേ അതേസമയം കമ്പ്യൂട്ടറിൻ്റെ ഓഡിയോ എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഫിസിക്കൽ അല്ല മെക്കാനിക്കൽ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല, പ്രശ്നമൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി കൂടുന്നത് ഒരു കമ്പനി ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ. രണ്ടാമത് ക്വാളിറ്റി കൂടും എന്ന് പറയുന്നു. ക്വാളിറ്റി എന്ന് പറയുന്നത് എങ്ങനെ കൂടും? ക്വാളിറ്റി കൂടും എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഹ്യൂമൻസിനെ മാറ്റിയാൽ തന്നെ ക്വാളിറ്റി ഇൻക്രീസ് ആകുമെന്ന്. I will explain with you an example. Like, ഇപ്പോൾ നമ്മൾ ഒരു 5 പേരെ ഞാൻ എടുത്ത് ഒരു 5 പേരെ വിളിച്ചതിന് ശേഷം 5 പേരുടെയും കയ്യിൽ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പെർഫ്യൂംസ് അല്ലേ? ഈ പെർഫ്യൂംസ് എന്ന് പറയുന്നത് പല സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പല കെമിക്കൽസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഓർഡറാണ്. ഞാനൊരു 5 പേരെ വിളിച്ച് നിർത്തി ആ 5 പേരുടെ കയ്യിലും ഒരേ കെമിക്കൽസ് കൊടുത്തിട്ട് ഒരേ റേഷ്യോയിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ പറയുന്നു. ഈ 5 പേരും ആഡ് ചെയ്യുന്നത് ഒരുപോലെ ഇരിക്കുമോ? നമുക്ക് പറയാൻ പറ്റില്ല അത് ഒരുപോലെ ഇരിക്കുമെന്ന്. അവിടാണ് ഒരു മെഷീൻ കൺട്രോൾഡ് ബൈ എ മെഷീൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മെഷീൻ വെക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഈ 5 ആൾക്കാർക്ക് പകരം 5 മെഷീൻസാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ആ പറഞ്ഞേക്കുന്ന അളവിലല്ലാതെ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 തുള്ളി പോലും അധികം അതിൽ വരില്ല. സോ വി വിൽ ഗെറ്റ് എ പെർഫെക്റ്റ് ഓർഡർ. ഇതാണ് നമ്മൾ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാം എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ എറേഴ്സ് എല്ലാം തന്നെ മാറിക്കിട്ടും. തേർഡ്, റെഡ്യൂസിങ് കോസ്റ്റ് കുറയ്ക്കാം. കോസ്റ്റ് കുറയ്ക്കാം എന്ന് പറയുന്നത്, ഇപ്പോൾ ഹ്യൂമൻസിനെ മാറ്റുമ്പോൾ അവിടെ മെഷീൻസ് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് അധികമാണ് ആവുന്നത്. കാര്യം ഹ്യൂമൻ്റെ ലേബറോ കാര്യങ്ങളും അല്ല ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാനും കമ്മീഷൻ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും വരുന്ന ചിലവ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ആരാണെങ്കിലും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു 1 year 2 yearലല്ല, ഒരു ലൈഫ് ടൈമിന് വേണ്ടിയാണ്. ആ ലൈഫ് ടൈമുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ മെഷീൻസിന് വേണ്ടി മുടക്കുന്ന കാശ് എന്ന് പറയുന്നത് കോസ്റ്റ് വളരെ കുറവാണ് അല്ലേ? ദെൻ ഈ കോസ്റ്റ് അല്ലാതെ തന്നെ എങ്ങനെ കുറയും എന്ന് പറയാനായിട്ടാണെങ്കിൽ, ഓട്ടോമാറ്റിക്കലി ഒരു കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിയും കൂടി ക്വാളിറ്റിയും കൂടി എന്ന് വെച്ചോ, കമ്പനിയുടെ ലാഭവും കൂടും. കാര്യം പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ നമ്പർ ഓഫ് പ്രോഡക്ട്സ് അധികമായി, കമ്പനിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പ്രോഡക്ട്സിൻ്റെ സെല്ലിങ്ങും നടക്കും അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ലാഭവും കൂടുന്നതിനനുസരിച്ച് നമ്മളെ ഈ മുതൽ മുടക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ മെഷീൻസിന് വേണ്ടി മുടക്കുന്ന കാശ് നമുക്ക് കുറവായിരിക്കും. ഫോർത്ത് കണ്ടീഷൻ, ഇൻക്രീസിങ് സേഫ്റ്റി ഇൻ വർക്കിംഗ് കണ്ടീഷൻസ്. സേഫ്റ്റി ഇൻ വർക്കിംഗ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ റിഗിൽ വർക്ക് ചെയ്യുന്നവർക്ക് സാലറി കൂടുതലാണ്. ഒരു ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന അതേ ജോബ് തന്നെയാണ് നമ്മൾ റിഗിലും ചെയ്യുന്നത്, പക്ഷേ നമ്മുടെ സാലറി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ചാൽ അവിടെ സേഫ്റ്റി മെഷേഴ്സ് അധികമായിട്ട് ഉണ്ട്. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഹ്യൂമൻസിനെ മാറ്റി അവിടെ മെഷീൻസ് വെക്കുമ്പോൾ
മെഷീൻ്റെ സേഫ്റ്റി, ഇപ്പോൾ മെഷീൻ എന്തെങ്കിലും പറ്റിയാലും അത് റീപ്ലേസ് ചെയ്യാം, പക്ഷേ ഹ്യൂമൻ്റെ ലൈഫ് എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഓട്ടോമേഷൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓട്ടോമേഷൻ ഈസ് ബേസിക്കലി ദ ഡെലിഗേഷൻ ഓഫ് ഹ്യൂമൻ കൺട്രോൾ ഫങ്ഷൻ ടു ടെക്നിക്കൽ എക്യുപ്മെൻറ്റ് ഫോർ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി, reducing cost and increasing safety in working conditions. Then, ഇപ്പോൾ ഓട്ടോമേഷൻ ഇല്ലാതെ ഒരു ഇൻഡസ്ട്രിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഓട്ടോമേറ്റഡ് ഇൻഡസ്ട്രി ഇല്ല എന്ന്. ഒരു 75% ഓഫ് അവർ ഇൻഡസ്ട്രീസ് ആർ ഓട്ടോമേറ്റഡ്, അല്ലെങ്കിൽ 100% ആർ സെമി ഓട്ടോമേറ്റഡ് എന്ന് പറയും. ഓട്ടോമേഷൻ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയും ഇപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 2 കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇപ്പോഴത്തെ ഇൻഡസ്ട്രി സർവൈവ് ചെയ്യുന്നത്. ഒന്ന് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്ട്സ്, ദെൻ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്, 2 അല്ല 3, ദെൻ ഡെലിവറിങ് ടൈം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നമുക്ക് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനി ഓട്ടോമേറ്റ് ചെയ്തിരിക്കണം. ഇതിനൊരു എക്സാമ്പിൾ ലൈക്ക് ഇപ്പോൾ നമ്മളെല്ലാവരും പ്രൊജക്ടേഴ്സ് കണ്ടിട്ടുണ്ട് അല്ലേ? പല കമ്പനിയുടെ പ്രൊജക്ടേഴ്സ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു ഒരു കമ്പനിയുടെ മാത്രമായിട്ട് നമ്മുടെ കയ്യിലുണ്ടോ? ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ കോമ്പറ്റീറ്റീവായിട്ടുള്ള ഇറയിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഉണ്ടോ? എല്ലാ പ്രൊഡക്റ്റിനും കോമ്പറ്റീറ്റീവ് കമ്പനീസ് ഉണ്ട്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എന്ത് വസ്തു വേണമെങ്കിലും എടുത്തു നോക്കൂ, എല്ലാത്തിനും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. സോ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആൾക്കാർ പോകും. സോ അത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി ഓട്ടോമേറ്റഡ് ആണെന്ന് വെച്ചോ, അവർക്ക് എപ്പോഴും അവരുടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൂടുതലായിരിക്കും. ഇനി അതിൻ്റെ ഡെലിവറി ടൈം എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഇപ്പോൾ ഞാനൊരു കസ്റ്റമർ ആണെങ്കിൽ എനിക്ക് ഒരു പ്രൊഡക്റ്റ് വേണം എന്ന് തോന്നുമ്പോൾ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം. അതാണ് ഡെലിവറിങ് ടൈം എന്ന് പറയുന്നത്. ഒരു ഓട്ടോമേറ്റഡ് ഇൻഡസ്ട്രിക്ക് മാത്രമേ ആ ഡെലിവറിങ് ടൈം എന്ന് പറയുന്നത് എപ്പോഴും കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്കിങ്ങനെ തന്നെ പറയാം, ലൈക്ക് ഓട്ടോമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇൻഡസ്ട്രി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ്, എങ്ങനെ ഓട്ടോമേഷൻ വന്നു, അല്ലെങ്കിൽ ഓട്ടോമേഷന് മുമ്പ് എന്തൊക്കെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ഫസ്റ്റ് വൺ, മാനുവൽ കൺട്രോൾ. മാനുവൽ കൺട്രോൾ മീൻസ് മെഷീൻസ് ഇല്ല എന്നുള്ളതല്ല, മെഷീൻസ് ഉണ്ടായിരുന്നു, പക്ഷേ മെഷീൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലായിരുന്നു, അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ കയ്യിലായിരുന്നു. എന്തായിരിക്കും ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്? മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ എറേഴ്സ് തന്നെയാണ്. കാര്യം ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്തെങ്കിലും ഒരു അയൺ കാസ്റ്റിംഗ് ആണെന്ന് വെച്ചോ, പ്രോപ്പർ ടൈമിൽ ഞാനത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് വേസ്റ്റ് ആവും അല്ലേ? സോ മനുഷ്യൻ്റെ എറേഴ്സും ബാക്കി നമ്മുടെ ഫിസിക്കൽ മെൻ്റൽ കണ്ടീഷൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് മാനുവൽ കൺട്രോൾ എന്ന് പറയുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ഡിസഡ്വാൻറ്റേജ് കൂടിക്കൂടി വന്നപ്പോഴാണ് ഒരു കൺട്രോളർ എന്നുള്ളൊരു ടെക്നിക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ചിന്തയിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ന്യൂമാറ്റിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് കൺട്രോൾസ്. ആദ്യം ന്യൂമാറ്റിക്സ് ആണ്. ന്യൂമാറ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. പ്രഷർ വെച്ച് വർക്ക് ചെയ്യുന്ന തിങ്സിനെയാണ് നമ്മൾ ന്യൂമാറ്റിക്സ് എന്ന് പറയുന്നത്. ലിക്വിഡ് പ്രഷർ വെച്ച് വർക്ക് ചെയ്യുന്നതിനെ നമ്മൾ ഹൈഡ്രോളിക്സ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ പ്രഷർ വെച്ച് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും കാണുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബസ്സിൻ്റെ ഡോറുകൾ, നമ്മൾ ഈ ഡോറ് തുറക്കുമ്പോൾ നമുക്കൊരു പ്രഷർ സൗണ്ട് കേൾക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സർവീസ് സെൻറ്ററിൽ പോയാലും നമ്മുടെ വണ്ടി പൊക്കാനായിട്ട് യൂസ് ചെയ്യുന്ന തിങ്സ് ഹൈഡ്രോളിക്സ് ആണ്. പിന്നെ അതും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള JCB, നമ്മുടെ JCB ഇപ്പോഴും ന്യൂമാറ്റിക്സും ഹൈഡ്രോളിക്സുമാണ്. ഇങ്ങനെയുള്ള കൺട്രോളേഴ്സാണ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കൺട്രോളേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വന്ന മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതെപ്പോഴും ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ഒരു ലോങ് ഡിസ്റ്റൻസ് വേണമെന്ന് വെച്ചോ, അതായത് ഇപ്പോൾ എൻ്റെ കൺട്രോളർ ഇവിടെ ഇരിക്കുകയാണ്, ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഞാൻ കൺട്രോൾ കൊടുക്കുന്നതെന്ന് വെച്ചോ, ആ 10 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് പ്രഷർ ട്രാവൽ ചെയ്ത് വരുമ്പോൾ
പ്രഷർ കറക്റ്റായിരിക്കണം എന്ന് നിർബന്ധമില്ല. പ്രഷർ ഡിഫറൻസ് വരില്ല. അങ്ങനെ പ്രഷർ ഡിഫറൻസ് വന്നാൽ നമ്മുടെ ഔട്ട്പുട്ടിനെ അത് ബാധിക്കും. ഈ ഒരു ഡിസഡ്വാൻറ്റേജ് കൊണ്ട് മൂന്നാമതായിട്ട് കണ്ടുപിടിച്ചതാണ് ഹാർഡ് വയർഡ് കൺട്രോൾ. ഹാർഡ് വയർഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്നത് പോലെ തന്നെ നമുക്ക് എന്താവശ്യമുണ്ടോ അത് നമ്മൾ ഹാർഡ്വെയർ ആയിട്ട് വയർ ചെയ്തങ്ങ് എടുത്തു. ഓക്കെ, അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഓട്ടോമാറ്റിക് വാട്ടർ ടാങ്ക് ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ഹാർഡ്വെയർ ആയിട്ട് ചെയ്തെന്ന് വെച്ചോ. അതായത് ഞാനിപ്പോൾ സ്വിച്ചിൽ നിന്ന് ഒരു റിലേയിലോ ഒരു കോണ്ടാക്ടറിലോ കൊടുത്ത് അതിൽ നിന്ന് ഞാൻ മോട്ടറിൽ കൊടുത്തു, മോട്ടറിൽ നിന്ന് ഒരു ടാങ്കിൻ്റെ 2 സെൻസറിൽ കൊടുത്തു, പൈപ്പ് ഇന്നും ഔട്ടും ചെയ്തു. ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇൻഡസ്ട്രീസിലും ഇതേപോലെ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇത് അധികകാലം യൂസ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായില്ല. അതായത് ഇപ്പോൾ ഒരു റിലേ അല്ലെങ്കിൽ ഒരു റിലേയിൽ ഞാൻ കണക്ട് ചെയ്തേക്കുന്ന ഒരു വയർ വിട്ടുപോയി, എൻ്റെ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഷട്ടായി. മനസ്സിലായോ? പക്ഷേ അവിടെ എനിക്ക് ഇതാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ എളുപ്പം പറ്റുന്നില്ലായിരുന്നു. അത് ഇല്ലാതെ തന്നെ പിന്നെ വന്നൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ലാർജ് സ്പേസ് ആവശ്യമാണ്. നമ്മുടെ ഒരു വാട്ടർ ടാങ്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് അത്രയും ഹാർഡ്വെയർ വേണമെങ്കിൽ ഒരു ഇൻഡസ്ട്രി മൊത്തം കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എത്ര ഹാർഡ്വെയർ വേണ്ടി വരും? അങ്ങനെ ലാർജ് സ്പേസസ് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇലക്ട്രോണിക് കൺട്രോൾ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള ഐ സി വന്നപ്പോൾ നമ്മൾ ഈ ലാർജ് സ്പേസിൽ ചെയ്ത് വെച്ചിരുന്നതെല്ലാം, ഐ സിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ഐ സിയെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ലാർജ് സ്പേസിൽ ചെയ്യുന്ന എല്ലാം ഹാർഡ്വെയറും നമുക്ക് ചെറിയ ഒരു പ്രോഗ്രാമായി മാറി. ഐ സി എന്ന് പറയുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്. ആ ചെറിയൊരു ഡിവൈസിലേക്ക് നമുക്ക് പ്രോഗ്രാം ചെയ്ത് ചെയ്യാൻ പറ്റി. പക്ഷേ അത് ചെയ്തതിന് ശേഷം ഒരു ഇൻഡസ്ട്രിയിൽ എടുത്തിട്ട് പോയപ്പോൾ അത് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ സിംപിളി ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബാക്കിലൊരു ഫാൻ വെച്ചിട്ടുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയായിരിക്കും ഈ ഫാൻ എന്ന് പറയുന്നത്? ഈ ഫാൻ എന്ന് പറയുന്നത് അകത്തിരിക്കുന്നതിനെ കൂൾ ചെയ്യാൻ വേണ്ടി അല്ലേ? അപ്പോൾ ഒരു ഐ സി നമ്മളൊരു ഇൻഡസ്ട്രിക്ക് അകത്ത് കൊണ്ടുപോയാലോ, ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഫിസിക്കൽ പാരാമീറ്റേഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു ഈ ഇലക്ട്രോണിക് കൺട്രോളിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ പ്രശ്നം വന്നപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് PLC, പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ എന്ന് പറയുന്നത്. PLC എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കൺട്രോളിൻ്റെ അതേ അഡ്വാൻസ്ഡ് വേർഷൻ തന്നെയാണ്. പക്ഷേ അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിൽ പ്രിപ്പയർ ചെയ്തെടുത്തു. ഒരു ഇൻഡസ്ട്രിക്കകത്ത് സർവൈവ് ചെയ്യുന്നത് പോലെ അതിൻ്റെ കമ്പോണൻസ് ആൻഡ് തിങ്സ് മാനുഫാക്ചർ ചെയ്തെടുത്ത ഒരു കൺട്രോളറാണ് PLC എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് ഓട്ടോമേഷൻ എന്ന് പറയുന്ന സെക്ടറിലേക്ക് നമ്മൾ വന്ന് പെട്ടത്. ഓക്കെ, ഇനി ഒരു ഇൻഡസ്ട്രി ഓട്ടോമേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് 3 സൈഡ് വേണം. ആ 3 സൈഡാണ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. അതിനൊരു ഹാർഡ്വെയർ ഉണ്ടായിരിക്കണം, ദെൻ ഒരു സോഫ്റ്റ്വെയർ സൈഡുണ്ട്, ദെൻ ഫീൽഡിലിരിക്കുന്ന മെഷീൻസുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആവശ്യമുണ്ട്. കമ്മിങ് ടു ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഫസ്റ്റ് വൺ സെൻസർ. സെൻസറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ചാൽ, ഒരു സെൻസർ എന്ന് പറയുന്നത് എ ഡിവൈസ് ദാറ്റ് സെൻസസ് ഓർ മെഷേഴ്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ സെൻസ് ചെയ്യുന്ന മെഷീനെയാണ് നമ്മൾ സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് അവിടെ ഉണ്ടായിരുന്നത് ഒരു ടെമ്പറേച്ചർ ആണെങ്കിൽ ആ ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സെൻസർ ഉപയോഗിക്കും. അടുത്തത് എന്ത് വേണം? അതിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ട്രാൻസ്ഡ്യൂസർ എന്ന്
പറയുന്നത്. ദെൻ ഇലക്ട്രിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് എന്നിലേക്ക് എത്തിക്കാൻ, അതായത് എൻ്റെ കൺട്രോളറിലേക്ക് എത്തിക്കാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ട്രാൻസ്മിറ്റർ. എ ഡിവൈസ് ദാറ്റ് ട്രാൻസ്മിറ്റ്സ് ദ സിഗ്നൽ. ഇത് മൂന്നും നമ്മൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ട്. ഫോർത്ത് വൺ ആണ് സ്മാർട്ട് എന്ന് പറയുന്നത്. സിംഗിൾ മോഡുലാർ ഓട്ടോ റേഞ്ചിങ് ട്രാൻസ്മിറ്റർ എന്ന് പറയും. സ്മാർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസ്മിറ്ററിൻ്റെ കൂടെ തന്നെ ഒരു മൈക്രോ പ്രൊസസ്സർ, ഒരു മൈക്രോ കൺട്രോളർ ഉണ്ടാവും. ഒരു മൈക്രോ കൺട്രോളർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ്, ഇറ്റ് വിൽ ബി ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെ ആക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത്. സോ സ്മാർട്ട് എന്ന് പറയുന്നത് ഒരു മൈക്രോ പ്രൊസസ്സർ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിറ്റർ ആയിരിക്കും. സോ കിട്ടുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എനിക്കൊരു കൺട്രോളർ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് ഡയറക്റ്റ് സ്മാർട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ കമ്മിങ് ടു ഓട്ടോമേഷൻ. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു കൺട്രോളർ, PLC. സെക്കൻഡ് വൺ സ്കാഡ. സ്കാഡ എന്ന് പറയുന്നത് സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡേറ്റ അക്വിസിഷൻ എന്നാണ് സ്കാഡയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ അതിൽ എഴുതിയേക്കുന്ന വാക്കിൽ നിന്ന് തന്നെ ഡേറ്റ അക്വിസിഷൻ അല്ലെങ്കിൽ സൂപ്പർവൈസറി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു ഐഡിയ നമുക്ക് കിട്ടും. നമ്മുടെ ഒരു PLC എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ പ്ലാന്റ് നമുക്കൊരു ഇൻഡസ്ട്രിയിൽ ഒരു പ്ലാന്റ് ഉണ്ട്, ഒരു കൺട്രോൾ റൂം ഉണ്ടെന്ന് പറയാം. അത് ചിലപ്പോൾ അടുത്തായിരിക്കാം, ചിലപ്പം ദൂരെ ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടെക്നോ പാർക്ക് ട്രിവാൻഡ്രം കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഈ ടെക്നോ പാർക്കിനകത്ത് ഒരു കമ്പനിയുടെ, ഒരു ഇൻഡസ്ട്രിയുടെ മോണിറ്ററിങ് അല്ലെങ്കിൽ കൺട്രോൾ റൂമുണ്ട്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അമേരിക്കയിലാണ്. ഒരു ബിയർ ഫാക്ടറിയാണ്. അവിടെയുള്ള തൊഴിലാളികളെന്ന് പറയുന്നത് ഒരു 20 പേരെ കാണും. പക്ഷേ അതിൻ്റെ കൺട്രോളിങ് മൊത്തം നമ്മൾ ഇവിടെ ഇരുന്നാണ് ചെയ്യുന്നത്, യൂസിങ് ദ ഹെൽപ്പ് ഓഫ് സ്കാഡ. സ്കാഡ ഈസ് എ പ്യുവർ സോഫ്റ്റ്വെയർ. PLC എന്ന് പറയുന്നത് ഒരു പ്യുവർ ഹാർഡ്വെയർ ആണ്. അതേസമയം സ്കാഡ എന്ന് പറയുന്നത് ഒരു പ്യുവർ സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ പ്ലാന്റിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മോണിറ്റർ ചെയ്യാനും വിത്ത് ദ ഹെൽപ്പ് ഓഫ് PLC കൺട്രോൾ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്കാഡ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ അതിൻ്റെ ഒരു പിക്ചർ കാണാം. നമ്മുടെ പ്ലാന്റിലുള്ള എന്തൊക്കെ മെഷീൻസ് ഉണ്ടോ ആ മെഷീൻസിൻ്റെ എല്ലാം ഗ്രാഫിക്കൽ ഡിസ്പ്ലേസ് നമുക്ക് നമ്മുടെ സ്കാഡയിൽ ക്രിയേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മൾ PLCയുമായിട്ട് ലിങ്ക് ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ചോ, ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൽ മാത്രമല്ല ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് എങ്ങനെ ഒരു വെളിയിലിരിക്കുന്ന ഒരു ഡിവൈസ്, അല്ലെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് എനിക്കൊരു ട്യൂബ് ലൈറ്റ് വെളിയിലുണ്ട്, എനിക്ക് സ്കാഡയിൽ നിന്ന് ആ ട്യൂബ് ലൈറ്റിനെ കൺട്രോൾ ചെയ്യണം. ആ കൺട്രോൾ എവിടെ നിന്ന് പോകും? കമ്പ്യൂട്ടറിൻ്റെ CPU നിന്ന് വലിച്ച് നമുക്ക് ട്യൂബ് ലൈറ്റിൽ കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് PLC, ഒരു സ്കാഡയിൽ നിന്ന് ഒരു സിഗ്നൽ നമുക്കൊരു PLC വരെ എത്തിക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് PLC നമുക്കത് കൺട്രോൾ ചെയ്യാനും പറ്റും, മോണിറ്റർ ചെയ്യാനും പറ്റും. ഓക്കെ, പക്ഷെ നമ്മളിപ്പോൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എറയിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതായത് CCTV അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ. പിന്നെ എന്തിനാണ് നമുക്കൊരു സോഫ്റ്റ്വെയർ? ഒരു CCTV നമുക്കൊരിക്കലും ഒരു പ്ലാന്റിനകത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റുമെന്നില്ല അല്ലേ. ഇപ്പോൾ ഒരു ബോയിലറിൻ്റെ അടുത്ത് എനിക്ക് ഒരു CCTV വെക്കാൻ പറ്റില്ല. പറ്റുമോ? വെച്ചാൽ തന്നെ എനിക്ക് എന്ത് കാണാൻ പറ്റുമോ? അതിൽ നിന്ന് ബോയിലർ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ അറിയാൻ പറ്റൂ. പക്ഷേ ബോയിലറിലെ ടെമ്പറേച്ചർ എന്താണ്, പ്രഷർ എന്താണ്, ഫ്ലോ എന്താണ് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റില്ല. സോ അതാണ് സ്കാഡയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ സ്ക്രീനിൽ, ഈവൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിലനുസരിച്ച് എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് പോകണമെങ്കിൽ പോലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, തേർഡ് വൺ VFD, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. VFD എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഉറപ്പായിട്ടും പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ ഡ്രൈവ്സ് എന്ന് പറയുന്നത് AC ഡ്രൈവ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്, 2 ഇതുണ്ട്. ACയും ഉണ്ട്, DCയും ഉണ്ട്. ACയിലും 2 ടൈപ്പ് ഉണ്ട്. വേരിയബിൾ വോൾട്ടേജ് ഡ്രൈവ്, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്.
മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആണ് VFD എന്ന് പറയുന്നത്. ഒരു ഡ്രൈവ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, ഒരു മോട്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തിനാണ് ഒരു ഡ്രൈവിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ മോട്ടറിനെ എന്തിന് കൺട്രോൾ ചെയ്യണം? ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ലൈക്ക് നമ്മളെല്ലാവരും ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് അല്ലേ? ലിഫ്റ്റ് ഒരു മോട്ടർ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മോട്ടറിൻ്റെ ആക്ച്വൽ സ്പീഡിലാണോ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ 4ാമത്തെ നില ഞെക്കി 4ാമത്തെ നിലയിലെത്തി, 4ാമത്തെ നില എത്തുമ്പോൾ അത് നിൽക്കും അല്ലേ? ഒരു മോട്ടർ ഒറ്റയടിക്ക് നിൽക്കുമോ? മോട്ടർ പതുക്കെ കറങ്ങിയല്ലേ നിൽക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ VFDയിൽ യൂസ് ചെയ്യുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ട സ്പീഡിൽ എൻ്റെ മോട്ടറിനെ റൺ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് VFD എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പോൾ ലിഫ്റ്റിലാണെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സ്വിച്ച് ഉണ്ട്. ഞെക്കിയാൽ ഉടൻ തന്നെ അടുത്ത ഫ്ലോറിൽ വന്നത് നിൽക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് ഇൻഡസ്ട്രിയൽ ലെവലിൽ എടുത്തിട്ട് പോവുക. ഇൻഡസ്ട്രിയൽ ലെവലിൽ എടുത്തിട്ട് പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബോട്ടിൽ ഫില്ലിംഗ് ഉണ്ടെന്ന് വെച്ചോ, കറക്റ്റ് വാൽവിൻ്റെ അവിടെ എത്തുമ്പോൾ അത് കൺവെയർ നിൽക്കണം അല്ലേ? ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് നമ്മൾ VFD യൂസ് ചെയ്യുന്നത്. സോ ഒരു ഇൻഡസ്ട്രി ആയാൽ മിനിമം ഒരു മോട്ടറെങ്കിലും ഉണ്ടാവും. ആ മോട്ടർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഡ്രൈവ്സ് ഉണ്ടാവും. 4ാമത് HMI എന്ന് പറയും, ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ്. നമ്മൾ സ്കാഡയെക്കുറിച്ച് പറഞ്ഞു. കൺട്രോൾ റൂമിലിരുന്ന് എനിക്ക് എൻ്റെ പ്ലാന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണെന്ന്. ഇത് തന്നെ ഒരു ഹാർഡ്വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് HMI എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ ഏറ്റവും അവസാനം അത് കാണാം. ഒരു ടാബ് പോലെ ഇരിക്കും. നമ്മളൊക്കെ ഇപ്പോൾ കണ്ടിട്ടുള്ള ടാബ്സ് പോലെ ഒരു ടാബ് പോലെ ഇരിക്കുന്ന ഒരു ഡിവൈസ്. അത് നമ്മൾ പ്ലാന്റിൽ ഫിക്സ് ചെയ്യാം. പ്ലാന്റിൽ ഇരുന്നുകൊണ്ട് പ്ലാന്റിനെ കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് HMI എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബോയിലർ ഉണ്ടെന്ന് വെച്ചോ, ആ ബോയിലറിൻ്റെ ടെമ്പറേച്ചർ എന്താണെന്ന് ഞാൻ പ്ലാന്റിൽ നിൽക്കുമ്പോൾ എനിക്കറിയണം. എനിക്ക് കൺട്രോൾ വാൽവിൽ നോക്കിയാൽ അറിയാം. പക്ഷേ കൺട്രോൾ വാൽവിൽ എപ്പോഴും പോയി നോക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ചിലപ്പോൾ കൺട്രോൾ വാൽവ് മേളിലായിരിക്കാം. ഓക്കെ, സോ ഈസി ആയിട്ട് എനിക്ക് എങ്ങനെ അറിയാം? ഇതിൻ്റെ സൈഡിലൊരു HMI ഉണ്ടാവും. ഈ HMIയിൽ നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാനും പറ്റും, കൺട്രോൾ ചെയ്യാനും പറ്റും. ഇതല്ലാതെ നിങ്ങൾ കണ്ടിട്ടുള്ളത് ലൈക്ക് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻസ്. ഇപ്പോഴത്തെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ നോക്കിയാൽ അറിയാം. ATM കൗണ്ടേഴ്സ്. ATM കൗണ്ടർ HMI ആണ്. വിത്ത് ടച്ച് പാഡ് വരുന്നതുകൊണ്ട് അത് MMI എന്ന് വിളിക്കും, മാൻ മെഷീൻ ഇൻ്റർഫേസ് എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് മെയിൻലി ഒരു ഇൻഡസ്ട്രി ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്ന 4 കാര്യങ്ങൾ. PLC, SCADA, VFD ആൻഡ് HMI. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഡസ്ട്രി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. കമ്മിങ് ടു കൺട്രോളേഴ്സ്, ഞാൻ PLCയെ കുറിച്ച് പറഞ്ഞു അല്ലേ? PLCയുടെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് പാക്ക് എന്ന് വിളിക്കുന്നത്, പ്രോഗ്രാമബിൾ ഓട്ടോമേഷൻ കൺട്രോളേഴ്സ്. ദെൻ അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം ഓർ DCS എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം ലൈക്ക് വിത്ത് ആൻ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു അപ്പോളോ ഇൻഡസ്ട്രി, അപ്പോളോ ടയേഴ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോളോയുടെ ഇൻഡസ്ട്രി എടുത്തോ. ആ ഇൻഡസ്ട്രി ഒരു 8 യൂണിറ്റാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ യൂണിറ്റും വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ PLC യൂസ് ചെയ്യും. 4 യൂണിറ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പാക്ക് യൂസ് ചെയ്യാം. മൊത്തം 8 യൂണിറ്റും ഒരു കൺട്രോളർ വെച്ച് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് DCS യൂസ് ചെയ്യാം. ഓക്കെ, മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് ഇതാണ്. ഒരു PLCയും പാക്കും DCSുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ കൺട്രോളിങ് കപ്പാസിറ്റി കൂടും. ഇപ്പോൾ DCS നോക്കിയാൽ നമുക്ക് DCSിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു സ്കാഡ ഉണ്ടാവും. ആ സ്കാഡ വെച്ച് നമുക്ക് മൊത്തം കാര്യങ്ങളും ഒരു ഇൻഡസ്ട്രിയുടെ മൊത്തം കാര്യങ്ങളും അറിയാൻ പറ്റും. പിന്നെ വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലാത്ത ഒരു പ്രോസസ്സ്, എന്താണ് പറയുന്നത്, നമ്മളെ കാർ മാനുഫാക്ചറിങ് കമ്പനീസ്. ഓക്കെ, ഒരു കാറ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവരതിൻ്റെ ബോഡി ബാക്കി കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യും. ഓക്കെ, അത് ബാക്കി എല്ലാം ഒരു പ്രോസസ്സായിരിക്കും. പക്ഷേ
പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ആദ്യം കുറേ പെയിൻറ്റ് ചെയ്തതിന് ശേഷം മൂവ്മെൻ്റ് ഉള്ള കളർ ഏതാണോ അതിന് മാത്രമേ പിന്നെ പ്രോസസ്സ് ആക്ടിവേറ്റ് ആവൂ. ഓക്കെ, സോ അങ്ങനെയുള്ളടത്ത് നമുക്ക് DCS യൂസ് ചെയ്യാം. നമ്മുടെ ലൂപ്പ് ഒരിടത്ത് തീർന്നതിന് ശേഷം പിന്നെ അടുത്ത പ്രോസസ്സ് പിന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ആണ് അഡ്വാൻസ്ഡ് കൺട്രോളേഴ്സിൽ വരുന്നത്. ഇനി ഒരു PLC എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെയാണ്. അതിന് ഒരു പ്രൊസസ്സറുണ്ട്, ഒരു ഇൻപുട്ട് മോഡ്യൂളുണ്ട്, ഒരു ഔട്ട്പുട്ട് മോഡ്യൂളുണ്ട്, പവർ സപ്ലൈ ഉണ്ട്, മെമ്മറി ഉണ്ട്. ഓക്കെ, ഒരു ഹാർഡ്വെയർ ഡിവൈസാണ് PLC എന്ന് പറയുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻപുട്ട് മോഡ്യൂൾ എന്ന് പറയുന്നത് ഒരു സെൻസറിൽ നിന്ന് വരുന്ന സിഗ്നൽ അത് ഇൻപുട്ട് മോഡ്യൂളിലായിരിക്കും വരുന്നത്. വെദർ ഇറ്റ് വിൽ ബി എ ഡിജിറ്റൽ ഓർ അനലോഗ്, ഇതിൽ നിന്ന് വരുന്നത് ഒരു ഇൻപുട്ട് മോഡ്യൂളിലേക്കായിരിക്കും വരുന്നത്. ആ വന്ന സിഗ്നൽ ഇൻപുട്ട് മോഡ്യൂളിൻ്റെ ജോബ് എന്താണെന്ന് വെച്ചാൽ ആ കിട്ടിയ സിഗ്നലിനെ പ്രോസസ്സറിലേക്ക് കൊടുക്കുക. ഓക്കെ, പ്രോസസ്സറിൽ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഈ കിട്ടിയ സിഗ്നൽ ആ പ്രോഗ്രാമിലിട്ട് നോക്കിയിട്ട് എന്ത് ലോജിക്കിലാണോ നമ്മൾ എഴുതിയിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് സിഗ്നൽ പ്രോസസ്സർ ഔട്ട്പുട്ട് മോഡ്യൂളിലേക്ക് കൊടുക്കും. ഔട്ട്പുട്ട് മോഡ്യൂൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് ഏത് ഔട്ട്പുട്ട് ഡിവൈസസിലോട്ടാണോ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് ആ ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് കൊടുക്കും. ഇങ്ങനെയാണ് ഒരു PLCയുടെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് നമുക്കത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിസ്കണക്ട് ചെയ്ത് എടുത്ത് പ്ലാന്റിൽ കൊണ്ടുവെക്കാം, അല്ലെങ്കിൽ പ്ലാന്റിൽ നിന്ന് തന്നെ പ്രോഗ്രാം ചെയ്യാം, പ്രോഗ്രാം എഡിറ്റ് ചെയ്യാം. എപ്പോഴും പ്രോഗ്രാമിംഗ് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ പല ലാംഗ്വേജും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എംബഡഡ് C, മാറ്റ്ലാബ്, LabVIEW, ഇങ്ങനെയൊക്കെ ഒരുപാട് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ജാവ, പൈത്തൺ അങ്ങനെയൊക്കെ. പക്ഷെ PLC പ്രോഗ്രാമിംഗ് കുറച്ചും കൂടെ എളുപ്പമുള്ള രീതിയിലാണ്. അതിൽ ഫസ്റ്റ് വൺ അല്ലെങ്കിൽ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളതാണ്. 5 ലാംഗ്വേജസ് ഉണ്ട്. അതിൽ മെയിൻ ലാഡർ ലോജിക് എന്ന് പറയും. ലാഡർ ലോജിക്ക് അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതൊരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ NO, NC അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ കോണ്ടാക്ട്, ക്ലോസ്ഡ് കോണ്ടാക്ട്, അങ്ങനെ നമ്മളൊരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ആയിട്ട് ചെയ്യുന്നതാണ് ലാഡർ ലോജിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാഡർ ഡയഗ്രാം എന്ന് പറയും. സ്ട്രക്ചർ ടെസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മുടെ C പോലെ ടെക്സ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സ്ട്രക്ചർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ ലിസ്റ്റും സെയിം അതുപോലെ തന്നെയാണ്. ലൈൻ ബൈ ലൈൻ ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ലിസ്റ്റ് ബേസിലായിരിക്കും നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. അതും ഒരു C പോലെ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ഇതാണ് ഇൻസ്ട്രക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ സീക്വൻഷ്യൽ ഫങ്ഷൻ ചാർട്ട്, ഇതൊരു ഫ്ലോ ചാർട്ട് പോലെ വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും SFC എന്ന് പറയുന്ന സീക്വൻഷ്യൽ ഫങ്ഷൻ ചാർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ദെൻ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം, FBD എന്ന് പറയുമ്പോൾ ഓരോന്നും ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള എഴുത്തായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ സിമ്പിളി നമ്മൾ ലോജിക് ഗേറ്റ്സ് പഠിച്ചിട്ടുണ്ട്, ആൻഡ് ഓർ നോട്ട് അല്ലേ. ഇപ്പോൾ എനിക്കൊരു ആൻഡാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ A, B എന്നുള്ള 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ Aയും Bയും എടുത്ത് ആൻഡ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് എടുത്ത് വെക്കുക, Aയും Bയും അതിൽ വരച്ച് വെക്കുക, C എന്നുള്ള ഔട്ട്പുട്ട് എടുക്കുക. ഓക്കെ, ഇതിൽ ജനറലി മോസ്റ്റ് കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് LDയും FBDയും, ലാഡർ ലോജിക് ആൻഡ് ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം. ഇതിൽ ഏത് ലാംഗ്വേജിൽ വേണമെന്നുണ്ടെങ്കിലും ഏത് PLCയും നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. കമ്മിങ് ടു സ്കാഡ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒരു കൺട്രോൾ റൂമിലായിരിക്കും ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് എനിക്ക് അവിടെ നടക്കുന്ന മൊത്തം പ്രോസസ്സും അറിയാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ PLC അല്ലേ. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ആണ് ഈ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. RTU എന്ന് പറഞ്ഞാൽ റിമോട്ട് ടെർമിനൽ യൂണിറ്റ് എന്ന് പറയും. RTU എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഹബ് എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു സിഗ്നൽ ബൂസ്റ്ററിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പോലെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് RTU എന്ന് പറയുന്നത്. എത്ര PLC ഉണ്ടെങ്കിലും ആ PLCയിൽ നിന്നെല്ലാം തന്നെ നമുക്ക് ഒരു സ്കാഡയിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. ആ സ്കാഡയിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ഒരു PLCയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാൻ പറ്റും.
ഇനി അതല്ലാതെ പിന്നെയും ഒരുപാട് ആപ്ലിക്കേഷൻസ് സ്കാഡയ്ക്ക് ഉണ്ട്. ലൈക്ക് മിമിക് പ്ലാൻ ഗ്രാഫിക് ഡിസ്പ്ലേ. മിമിക് പ്ലാൻ ഗ്രാഫിക് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റ് എന്താണോ ആ പ്ലാന്റിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഇപ്പോൾ ഒരു ബോയിലറിൻ്റെ ആക്ച്വൽ സൈസിലായിരിക്കില്ല നമ്മൾ ഉണ്ടാക്കുന്നത്, പക്ഷെ അതിലുള്ള ഫിസിക്കൽ പാരാമീറ്റേഴ്സും ബാക്കി കാര്യങ്ങളും എല്ലാം സെയിം ആയിരിക്കും. ദെൻ ഡിഫറെൻറ്റ് അലാംസ് നമുക്ക് സെറ്റ് ചെയ്യാം, സെക്യൂരിറ്റി ലെവൽസ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ അലാംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ഇപ്പോൾ നമ്മൾ വാട്ടർ ടാങ്ക് പറയുകയാണെങ്കിൽ വാട്ടർ ടാങ്ക് ഓവർഫ്ലോ ആയാൽ എനിക്കൊരു അലാം കിട്ടണം കൺട്രോൾ റൂമിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹസാർഡസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി നടന്നാൽ എനിക്കൊരു അലാം കിട്ടണം കൺട്രോൾ റൂമിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റി ലെവൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ കാര്യങ്ങളിലും ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു പ്ലാന്റിൽ ഒരു ചേഞ്ച്, ഒരു സ്വിച്ച് മാറ്റി കുത്തിയാലും അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ചേഞ്ച് വരാം. അങ്ങനെ മാറ്റി കുത്താൻ പറ്റരുത്. അതാണ് സെക്യൂരിറ്റി ലെവൽസ് എന്ന് പറയുന്നത്. ദെൻ റിപ്പോർട്ട് മാനേജ്മെൻറ്റ്, സേഫ്റ്റി മാനേജ്മെൻറ്റ്, ദെൻ കോൺസ്റ്റൻറ്റ് മോണിറ്ററിങ് ആൻഡ് വിജിലൻസ്, പവർ കമ്മ്യൂണിക്കേഷൻ ടൂൾ. ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ റിപ്പോർട്ട് മാനേജ്മെൻറ്റ്, എനിക്ക് അവിടെ നടക്കുന്ന മൊത്ത കാര്യങ്ങളും ഒരു എക്സലിലായിട്ട് എനിക്ക് കിട്ടും. അവിടെ നടക്കുന്ന സേഫ്റ്റിയിലെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മോണിറ്ററും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാം നമുക്ക് അവിടെ എന്ത് നടക്കുന്നോ അതങ്ങനെ തന്നെ നമുക്കിവിടെ അറിയാൻ പറ്റും. ഓക്കെ, HMI ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ദെൻ അത് നമുക്ക് പ്ലാന്റിനകത്തിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് HMI എന്ന് പറയുന്നത്. അതായത് പ്ലാന്റിൽ നിന്നത് കൊണ്ട് തന്നെ പ്ലാന്റിൽ നടക്കുന്നത് ഗ്രാഫിക്കലായിട്ട് എനിക്ക് അറിയാൻ പറ്റും. ഒരു നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ ഒരു ഹാർഡ്വെയർ ഡിവൈസാണ് അത്. ഓക്കെ, VFDയും ഞാൻ നേരത്തെ പറഞ്ഞു. VFDയുടെ ആപ്ലിക്കേഷൻ എന്താണെന്ന്. VFD എന്ന് പറയുന്നത് സിംപ്ലി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മോട്ടർ എങ്ങനെ വർക്ക് ചെയ്യണം, ഒരു മോട്ടർ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത്, ഏത് സ്പീഡിൽ വർക്ക് ചെയ്യണം, എപ്പോൾ നിൽക്കണം എന്നുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് VFD എന്ന് പറയുന്നത്. അതിനെ പിന്നെ ഫ്രീക്വൻസി കൺവേർട്ടർ, AC ഡ്രൈവ്, ഇൻവേർട്ടർ, ഇങ്ങനെയൊക്കെ ഉള്ള പേരുകളിൽ നമ്മൾ വിളിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു VFD അല്ലാതെ VVD ഉണ്ട്, വേരിയബിൾ വോൾട്ടേജ് ഡ്രൈവ് ഉണ്ട്. പക്ഷേ VFDs ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. VVDയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വോൾട്ടേജ് ആണ് വേരി ചെയ്യുന്നത്. വോൾട്ടേജ് വേരി ചെയ്യുമ്പോൾ എപ്പോഴും വോൾട്ടേജ് ഡ്രോപ്പ് വരാം. അപ്പോൾ നമ്മൾ അത് റെക്ടിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അങ്ങനൊരു സിസ്റ്റം അത് റെക്ടിഫൈ ചെയ്യുന്ന എപ്പോഴും എളുപ്പമല്ലാത്തത് കൊണ്ട് നമ്മൾ എപ്പോഴും ഇത് VFDs ആണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. ഓക്കെ, ഇതാണ് മെയിൻലി ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇതിൽ ഡിഫറെൻറ്റ് കമ്പനീസ്, അതായത് ഇപ്പോൾ PLC നോക്കുവാണെങ്കിൽ ഒരു 100 കമ്പനീസിൻ്റെ മേളിൽ നമുക്ക് ഒരു PLC അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ സ്കാഡ ഉണ്ട്, ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ ഡ്രൈവ് ഉണ്ട്, ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ HMI ഉണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് കമ്പനീസ് എന്താണ്, ABB, സീമെൻസ്, ഹണിവെൽ, ഷ്നൈഡർ ഇലക്ട്രിക്, ഇങ്ങനെ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് സെക്ടർ ഇതാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് മറൈൻ ഓട്ടോമേഷൻ. അപ്പോൾ മറൈനിൽ ഇതെന്താണ് എന്നുള്ളതാണ്. മറൈനിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും ഹോമിലാണെങ്കിലും എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ടൂൾസ് സെയിമാണ്. ഒരിടത്തും ടൂൾസിൽ ഒരു വ്യത്യാസവും ഇല്ല, ചെയ്യുന്ന കാര്യങ്ങളിലും വ്യത്യാസമില്ല. പക്ഷേ എന്താണ് മറൈനിൽ ചെയ്യുമ്പോൾ നമ്മുടെ ജോബിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെയും നമ്മുടെ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന എളുപ്പത്തിൽ നമുക്കൊരു ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ആ റിസ്ക് ഫാക്ടർ മാത്രമാണ് ഇവിടെ മാറുന്നത്. ബാക്കി ഉപയോഗിക്കുന്ന രീതികളും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മെഷീൻസും എല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് സെയിം തന്നെയാണ്. ഈവൻ നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ള ഇപ്പോൾ ഒരു ഗേറ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്പണും ക്ലോസും ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് മൈക്രോ കൺട്രോളർ ബേസ്ഡ് ആണ്. പക്ഷേ അതേ നമ്മൾ ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിൽ അവിടെ അതൊരു PLC വെച്ചാണ് ചെയ്യുന്നത്. കാര്യം അവർ ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആ ഗേറ്റിന് മാത്രമായിട്ടൊരു മൈക്രോ കൺട്രോളർ വെച്ചിട്ടുണ്ടാവും, അല്ലേ? പക്ഷെ അവിടെയെന്ന് വെച്ചാൽ അതൊരു മൊത്ത ബിൽഡിങ്ങിലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി PLC വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ BMSൽ പറയുന്നുണ്ട്. ഞാൻ അതിനകത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, ഇനി അടുത്ത സെക്ടർ പവർ ആൻഡ് ഇലക്ട്രിക്കൽ. പവർ ആൻഡ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കലുകാരുടെ
പെർഫെക്റ്റ് അല്ലെങ്കിൽ അവരുടെ മാത്രം കാര്യങ്ങളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ വാക്കിൽ നിന്ന് തന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇലക്ട്രിസിറ്റി അല്ലേ. ഇലക്ട്രിസിറ്റി ഡിപ്പെൻഡ് ചെയ്തുള്ള കാര്യങ്ങളാണ് പവർ ആൻഡ് ഇലക്ട്രിക്കലിൽ വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്ന ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി എന്താണ്, ദെൻ ഇലക്ട്രിക്കൽ മെഷീൻസ് എന്താണ്. ഒരു മെഷീൻ കണ്ടാൽ എനിക്ക് മനസ്സിലാവും അതാണ് എന്ന്, പക്ഷേ അപ്പോഴല്ല എനിക്കറിയേണ്ടത്. ഒരിക്കലും ഒരു പ്ലാനിൽ കൊണ്ടുപോയതിന് ശേഷമല്ല നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഫസ്റ്റ് ഒരു ഡ്രോയിങ് തരുമ്പോൾ ആ ഡ്രോയിങ്ങിൻ്റെ സിമ്പിൾ വെച്ചുകൊണ്ട് നമ്മൾ ആ ഇലക്ട്രിക്കൽ മെഷീൻ എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ മെഷീനും ഇൻസ്ട്രുമെൻസും. ഇനി ഒരു ഇലക്ട്രിസിറ്റി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഒരു ഇൻഡസ്ട്രിക്കകത്ത് അല്ലെങ്കിൽ എവിടെ ആണെങ്കിലും ഒരു ഇലക്ട്രിസിറ്റി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പവർ ആൻഡ് ഇലക്ട്രിക്കലിൻ്റെ ബേസിക്സ് എന്ന് പറയുന്ന അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ബേസിക്സ് ഓഫ് ഇലക്ട്രിസിറ്റി, സിമ്പിൾസ് ഫോർ ഇലക്ട്രിക്കൽ മെഷീൻസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ. സെക്കൻഡ് അതിനകത്ത് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ജനറേറ്റർ എന്താണ്, എ സി ജനറേറ്റേഴ്സ് ആൻഡ് ഡി സി ജനറേറ്റേഴ്സ്, അതിൻ്റെ ഓപ്പറേഷൻസ്, അതിൻ്റെ ടൈപ്സ്. ഇപ്പോൾ സിംഗിൾ ഫേസ്, 3 ഫേസ്, അങ്ങനെ നേരെ 2 ടൈപ്പാണ്. ആ സിംഗിൾ ഫേസിൽ എത്ര ടൈപ്പ്, 3 ഫേസിൽ എത്ര ടൈപ്പ്, അതിൻ്റെ അകത്ത് ഒരു ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു എ സി ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ഡി സി ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പിന്നെ മനസ്സിലാക്കേണ്ടത്. ദെൻ ട്രാൻസ്ഫോമർ എന്താണെന്ന് ഒരു ഇലക്ട്രിക്കൽ കാൻഡിഡേറ്റ് പഠിക്കുന്ന മെയിൻ കാര്യമാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ അവിടെ നമ്മൾ പഠിക്കാത്തൊരു കാര്യം കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എന്താണെന്ന് നമുക്കറിയാം, ഒരു ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലേ. എത്ര ടൈപ്പ് ഉണ്ടെന്നും നമുക്കറിയാം. പക്ഷേ അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, അതിൻ്റെ ഓപ്പറേഷൻ എന്താണ്, ആക്ച്വലി എന്താണ് അതിനുള്ളിൽ നടക്കുന്നത്. ദെൻ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ട്രാൻസ്ഫോമർ അടിച്ചു പോയി അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ പോകുന്നു, അതെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അതിനകത്ത് എന്തൊക്കെ വരും. ഒരു പവർ ആൻഡ് ഇലക്ട്രിക്കലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ദെൻ ഡി സി മോട്ടർ, എ സി മോട്ടർ. ഡി സി മോട്ടർ എന്താണ്, എ സി മോട്ടർ എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, എത്ര ടൈപ്പ് ഉണ്ട്, എന്തൊക്കെ പാർട്സ് വരും. ലൈക്ക് ഇപ്പോൾ ടൈപ്സ് ഓഫ് ഡി സി മോട്ടർ, സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട്, ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പറേഷൻസ് എന്താണ്, ദെൻ ഇത് എവിടെ യൂസ് ചെയ്യണം. ഓക്കെ. അതായത് ഒരു ഡി സി മോട്ടർ എവിടെ യൂസ് ചെയ്യണം, ഡി സി മോട്ടറിൻ്റെ ഏത് ടൈപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ സ്റ്റഡി ഓഫ് ഇലക്ട്രിക്കൽ പ്രോജക്ട്സ്. ഒരു പ്രോജക്റ്റ് എങ്ങനെ എന്തൊക്കെ യൂസ് ചെയ്യുന്നു, അത് ഹൈ ടെൻഷൻ ആണോ ലോ ടെൻഷൻ ആണോ, അതിനകത്ത് എന്തൊക്കെ വരും, എങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ ഒരു മറൈൻ ഇലക്ട്രിക്കൽ വർക്കാണോ. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ വർക്കും മറൈൻ ഇലക്ട്രിക്കൽ വർക്കും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. ഓക്കെ. സോ ആ ഹൈ ടെൻഷൻ ആൻഡ് ലോ ടെൻഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് രണ്ടാമതായിട്ട് നിങ്ങളുടെ ഈ പവർ ആൻഡ് ഇലക്ട്രിക്കലിൽ പറയുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്. എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക്കൽ പ്രോജക്റ്റ്, ഇപ്പോൾ നിങ്ങൾ ഒരു ബുധനാഴ്ചത്തെ പത്രത്തിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ പത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ശനിയാഴ്ചത്തെ പത്രത്തിലും മോസ്റ്റ് കോമൺലി കാണാം. നമ്മുടെ പബ്ലിക് സെക്ടേഴ്സ് നിറയെ ബിഡ്സ് ഇട്ടിട്ടുണ്ടാവും. അതായത് അവിടെ പ്രൊജക്റ്റിന് ആൾ വിളിക്കുന്നു അല്ലെങ്കിൽ പ്രൊജക്റ്റിന് നിങ്ങൾക്ക് കോട്ട് ചെയ്യാം, ടെൻഡർ വിളിക്കുന്നു എന്ന് പറയും നമ്മൾ. അപ്പോൾ നമ്മളൊരു ടെൻഡറിന് ഒരു എമൗണ്ട് കാൽക്കുലേഷൻ എങ്ങനെയാണ്, ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ പ്രൊജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ ക്വാണ്ടിറ്റീസും കോസ്റ്റും എന്താണ് എന്നുള്ളത് നമ്മൾ ആ ടെൻഡർ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ടോട്ടൽ ലോഡ് എത്രയാണ്, ഏതൊക്കെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിനകത്ത് വരുന്നത്. ദെൻ ഡിസൈൻ ഓഫ് ഇലക്ട്രിക്കൽ ഡ്രോയിങ്. ഒരു പ്രൊജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം,
ആ പ്രൊജക്റ്റിൽ എന്തൊക്കെ യൂസ് ചെയ്യണം, ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെഷീൻസിൻ്റെ പേര് നമുക്കറിയാം, അതിന് എന്തൊക്കെ സിമ്പിൾസ് ആണ്, ആ സിമ്പിൾസ് എങ്ങനെ ഡ്രോ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ മോസ്റ്റ് കോമൺലി യൂസിങ് ആണ് ഓട്ടോക്യാഡ് എന്ന് പറയുന്നത്. ഓട്ടോക്യാഡ് ഇലക്ട്രിക്കൽ എന്ന് പറയും. ഈ ഓട്ടോക്യാഡ് ഇലക്ട്രിക്കൽ യൂസ് ചെയ്ത് നമുക്ക് ഓരോ ഓട്ടോക്യാഡിൽ തന്നെ ഓരോന്നിൻ്റെയും സിമ്പിൾ ഉണ്ടാവും. ആ സിമ്പിൾ സെലക്ട് ചെയ്ത് ഡ്രോയിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഡിസൈൻ ഓഫ് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ദെൻ അഞ്ചാമത്തെ കാര്യം നമുക്ക് പറയാം ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. അതിന് ഒത്തിരി മെഷീൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ മൾട്ടിമീറ്റർ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടാകുന്നൊരു സാധനമാണ് അല്ലേ. മൾട്ടിമീറ്റർ പോലെ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ നമുക്ക് സേഫ്റ്റി ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് മെഗർ, എർത്ത് ടെസ്റ്റർ, ലൂപ്പ് കാലിബ്രേറ്റർ, ടങ് ടെസ്റ്റർ എന്നൊക്കെ പറയുന്നത്. സോ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിനകത്ത് എന്തൊക്കെ തിങ്സ് വരും. ഇപ്പോൾ മൾട്ടിമീറ്റർ തന്നെ ഉപയോഗിക്കാൻ അറിയാത്ത ഒരുപാട് എഞ്ചിനീയേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം മൾട്ടിമീറ്റർ കണ്ടിട്ടുണ്ടാവും, പക്ഷെ മൾട്ടിമീറ്റർ ഏത് വോൾട്ടേജിലാണ് ഇടേണ്ടത് ഒരു മെഷർ ചെയ്യണമെങ്കിൽ എന്നുള്ളത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പോലും അറിയാത്തവരുണ്ടാവും. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ടെസ്റ്റിംഗ് ഡിവൈസസ് എന്താണ്, ആ ഡിവൈസസ് എങ്ങനെ വർക്ക് ചെയ്യാം, അതാണ് അഞ്ചാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ ആറാമത് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഇൻ പവർ. VFD, AMF, ഓട്ടോ മെയിൻ ഫെയിലിയർ സിസ്റ്റം കേട്ടിട്ടുണ്ടാവും അല്ലേ. ജനറേറ്റർ സിങ്ക്രണൈസേഷൻ. ഓട്ടോ മെയിൻ ഫെയിലിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ 24 hours അവിടെ സപ്ലൈ ഉണ്ടായിരിക്കണം അല്ലേ. അവിടെ ഒരിക്കലും സപ്ലൈ പോകാൻ പാടില്ല. അപ്പോൾ മെയിൻ, അതായത് ഇപ്പോൾ KSEB ആണെങ്കിൽ KSEB സപ്ലൈ പോയാൽ അടുത്ത സോഴ്സ് എന്താണോ ആ സോഴ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓട്ടോ മെയിൻ ഫെയിലിയർ എന്ന് പറയുന്ന ഡിവൈസ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആയിട്ട് വരുന്ന പവർ ആൻഡ് ഇലക്ട്രിക്കലിൽ വരുന്ന കാര്യങ്ങൾ. ദെൻ ലോഡ് ടെസ്റ്റിംഗ്, പവർ മാനേജ്മെൻറ്റ് ആൻഡ് മോണിറ്ററിങ്. ദെൻ 7 കേബിൾ ലേയിങ് ആൻഡ് ഗ്രാൻഡ് ബോട്ടിങ്. ഇപ്പോൾ ഒരു കേബിൾ നമുക്ക് എങ്ങനെ ക്രിമ്പ് ചെയ്യാം. അതായത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് എന്താണ്, ഒരു കേബിൾ എടുക്കുക, ജസ്റ്റ് കട്ട് ചെയ്ത് കളയുക, അതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഒരു റിലേ ആണെങ്കിൽ റിലേയിലേക്ക് കയറ്റുക അല്ലേ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഈതർനെറ്റ് കണക്ഷൻ എടുക്കുക, ഈതർനെറ്റിൽ നമുക്ക് അങ്ങനെ കയറ്റാൻ പറ്റുമോ, പിന്നിലേക്ക് ഒരിക്കലും ഇല്ല. അപ്പോൾ അവിടെ ക്രിമ്പിങ് ഇത് വേണം. അപ്പോൾ അങ്ങനെ ക്രിമ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫെറ്റ്യൂൾ ആൻഡ് ടൈപ്സ് ഓഫ് ക്രിമ്പിങ്. ദെൻ ഒരു പാനലിനകത്ത് എങ്ങനെ ബസ് ബാർ അറേഞ്ച് ചെയ്യാം. ദെൻ റിലേ കോണ്ടാക്ടർ എന്താണ്, സ്വിച്ച് ഗിയർ എന്താണ്, ഇതൊക്കെ വരുന്നതെന്ന് പറയുന്നത് പാനൽ ഡിസൈനിങ് ആൻഡ് വയറിങ്. പാനൽ എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ റിലേസും കോണ്ടാക്ടേഴ്സും ഉണ്ട്, ചുമ്മാ അങ്ങ് വയർ ചെയ്തിട്ടില്ല. അതിനൊരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡിൽ വൃത്തിയായി ഒരു ഇലക്ട്രിക്കൽ പാനലിൽ വെച്ച് വയർ ചെയ്തെടുക്കണം അല്ലേ. സോ ആ വയറിങ് ആൻഡ് ഇതാണ് കേബിൾ ലേയിങ് ആൻഡ് ഗ്രാൻഡ് ബോട്ടിങ്ങിൽ വരുന്നത്. സോ മെയിൻലി ഒരു പവർ ആൻഡ് ഇലക്ട്രിക്കലിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഒന്ന്, ഫസ്റ്റ് വൺ അവയർനെസ് ഓഫ് ഇലക്ട്രിസിറ്റി, ദെൻ ഇലക്ട്രിക്കൽ പ്രോജക്റ്റ്, ദെൻ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, ദെൻ ഡിസൈൻ ഓഫ് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, testing and installation of electrical equipment, advanced technologies in power like VFD, generator synchronization like that, then cable laying and grand booting. Okay, ഇത്രയും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് ഒരു പ്യുവർ പവർ ആൻഡ് ഇലക്ട്രിക്കൽ, അതായത് ഇലക്ട്രിക്കൽ മാത്രമുള്ള ഒരു സെക്ടറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് ഹൈലി ബൂസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. കാര്യം ഇത് അറിയാവുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാര്യം ഇത് നമ്മുടെ സിലബസിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തിയറി ആയിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും നമ്മൾ പ്രാക്ടിക്കലായിട്ട് കണ്ടിട്ട് പോലുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൾട്ടിമീറ്ററിൽ ജസ്റ്റ് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാൻ പോലും ആർക്കും അറിയണമെന്ന് ഇല്ല. അറിയാവുന്നവരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ ഇതെല്ലാം പ്രാക്ടിക്കലായിട്ടാണുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്യുവർലി പവർ ആൻഡ് ഇലക്ട്രിക്കൽ എന്നുള്ള സെക്ടറിൽ നമ്മൾ തരുന്നത്.
ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ക്യു സി എന്ന് പറയുന്ന വാക്ക് ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ്. ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ റൂൾസ് അല്ലെങ്കിൽ കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നവരാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ലൈക്ക് ഞാൻ അതിൽ കുറച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. IEC, IEEE, NFPA, NEMA, NEC, ANSI, ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഉണ്ട്, ബ്രിട്ടീഷ് ഉണ്ട്, അമേരിക്കൻ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ്സിൽ ആണോ ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നവരാണ് QC എന്ന് പറയുന്നത്. അത് ഏത് സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നവരാണ് QA എന്ന് പറയുന്നത്, ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാക്കുന്നതും അത് വെരിഫൈ ചെയ്യുന്ന, അതായത് സൈൻ ചെയ്യുന്നതും QA-ക്കാരാണ്. QC-ക്കാർ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, കറക്റ്റ് പറഞ്ഞേക്കുന്ന സ്റ്റാൻഡേർഡിൽ തന്നെയാണോ എല്ലാം നടക്കുന്നത് എന്നുള്ളത് മാത്രമാണ് QC-ക്കാർ നോക്കുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് സെക്ടേഴ്സാണ് നമ്മൾ ഇലക്ട്രിക്കൽ QCയിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ അതിൽ പഠിക്കേണ്ടത് എന്താണ് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ്, എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് എന്തൊക്കെയാണ്, സ്വിച്ച് ഗിയർ സിസ്റ്റം, ഇലക്ട്രിക്കൽ ഇൻസ്റ്റോളേഷൻസ് എങ്ങനെയാണ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻസ്പെക്ഷൻസ് എങ്ങനെയാണ്, ഒരു സേഫ്റ്റി വളരെ അത്യാവശ്യമാണ്. അതായത് ഇപ്പോൾ ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഒരു സ്റ്റാൻഡർഡൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോരുത്തരും വെക്കേണ്ട ഹെൽമെറ്റ് എന്താണ്, ഗ്ലാസിൻ്റെ തിക്നെസ് എന്തായിരിക്കണം, നമ്മൾ ഇടേണ്ട ഡ്രസ്സ് എന്തായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കവറോൾസ് എന്നുള്ളത് തന്നെ പല ടൈപ്പുണ്ട്. ഇപ്പോൾ നൊമിക്സ് കവറോളുണ്ട്, സാധാ കവറോളുകളുണ്ട്, അങ്ങനെ പല ടൈപ്പ് കവറോളുകളുണ്ട്. ഫയർ റിട്ടാർഡഡ് ആയിട്ടുള്ള കവറോളുകളുണ്ട്, ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കവറോളുകളുണ്ട്. അപ്പം ഇതെല്ലാം സ്റ്റാൻഡർഡൈസ് ആയിട്ട് ആണോ, അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റാൻഡർഡൈസ് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ QCയിൽ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ആ റിക്വയർമെൻറ്റ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് ആണോ, CAD സ്റ്റാൻഡേർഡ്സിലാണോ ഇതെല്ലാം വന്നിരിക്കുന്നത്, പ്ലാൻ റിവ്യൂസ് കറക്റ്റാണോ, ഡിസൈൻ ഡോക്യുമെൻറ്റേഷൻ റിക്വയർമെൻറ്റ്സ് കറക്റ്റാണോ, ക്വാളിറ്റി കൺട്രോൾ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ QCയിലുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം നോക്കേണ്ടത്. മെയിൻലി ഇതിൽ വരുന്നത് ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷനാണ്. ഇനി ഇത് ഇപ്പോൾ ഒരു പ്ലാന്റിനകത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വരച്ച് തന്നാൽ ആ ഡ്രോയിങ് കറക്റ്റാണോ എന്നുള്ളത് നോക്കി സർട്ടിഫൈ ചെയ്യേണ്ടതും ഒരു QC-ക്കാരനാണ്. ഒരു പ്ലാന്റിലുള്ള പ്രോസസ്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം സ്റ്റാൻഡർഡൈസ് ആണ്, എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും, അതായത് ഇപ്പോൾ ഒരു ആ വയർ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള വയറാണോ, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന വയറിൻ്റെ തിക്നെസ് കറക്റ്റാണോ എന്നുള്ളത് വരയ്ക്കും നമ്മൾ നോക്കേണ്ടത് QC-ക്കാരാണ്. ഇതിനകത്ത് പിന്നൊരു പാട്ടാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു QCയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഇലക്ട്രിക്കൽ QCയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഇലക്ട്രിക്കലുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ഒരു അറിവ് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കതിൽ മൊത്തമായി നമ്മുടെ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റൂ, അല്ലേ? ഇപ്പോൾ അവിടെ ഒരു VFD യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു PLC യൂസ് ചെയ്യുന്നുണ്ട്. ആ PLC എങ്ങനെ സെലക്ട് ചെയ്തു, ആ PLCയുടെ കേപ്പബിലിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ക്വാളിറ്റി അഷുറൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇതെല്ലാം ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യുന്ന ആൾ ക്വാളിറ്റി അഷുറൻസിൽ ഇരിക്കുന്നവരാണ്. അവരാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരാണ് നിയമം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പറയാം. ഒരു QA-ക്കാരനായിരിക്കണം എപ്പോഴും
നിയമം ഉണ്ടാക്കുന്നത്. ഈ സ്റ്റാൻഡേർഡൈസിലായിരിക്കണം അത് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള നിയമം ഉണ്ടാക്കുന്നത് QAക്കാരാണ്. ഓക്കെ. ദെൻ ഓഡിറ്റിങ്ങും ഈ ഇലക്ട്രിക്കൽ QCയിൽ വരുന്നതാണ്. അല്ലെങ്കിൽ ഓഡിറ്റിംഗ് റിപ്പോർട്ടിംഗ് ആണെങ്കിലും ശരി, പ്ലാനിങ് ആണെങ്കിലും ശരി, ഫോളോ അപ്പ് ആണെങ്കിലും ശരി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് QCക്കകത്ത് പഠിക്കാനായിട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾ കേട്ടോ AMF പാനൽ ഡിസൈനിങ്. അപ്പോൾ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അല്ലേ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സർവീസ് എഞ്ചിനീയർ അല്ലല്ലോ, അങ്ങനെ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെയും ഡിസൈനിനെ കുറിച്ചും, ഇപ്പോൾ ഒരു റിലേ പാനലാണെങ്കിലും ശരി, ഒരു കൺട്രോൾ പാനലാണെങ്കിലും ശരി, ഒരു PLC കൺട്രോൾ പാനലാണെങ്കിലും ശരി, അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ഐഡിയ ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇലക്ട്രിക്കൽ QC കോഴ്സിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ. ദെൻ BMS, ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. BMS എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ബൂമിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ പറയുകയാണെങ്കിൽ ലൈക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ലാസ്റ്റ് ഇയർ പഠിച്ചതിൽ 100% സ്റ്റുഡൻസിനും ജോബ് കൊടുക്കാൻ പറ്റിയ ഒരു സെക്ടറാണ് BMS എന്ന് പറയുന്നത്. അത്രയധികം റിക്വയർമെൻറ്റ്സ് ഇപ്പോൾ BMSൽ വരുന്നുണ്ട്. എന്താണ് BMS എന്ന് വെച്ചാൽ, ഒരു ബിൽഡിങ്ങിനെ മാനേജ് ചെയ്യാം. ഒരു ബിൽഡിങ്ങിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ആ ബിൽഡിങ്ങിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ മൊത്തവും നമ്മൾ അറിഞ്ഞിരിക്കണം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടൺ മെറ്റീരിയൽസ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ എ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം. ഒരു സിസ്റ്റം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നു. ആ സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ ആ ബിൽഡിങ്ങിൽ എന്തൊക്കെയുണ്ടോ അത് മൊത്തമായി എനിക്ക് കാണാനും ആ കൺട്രോൾ ചെയ്യാനും, പിന്നെ എനിക്ക് പിന്നീട് ഒരു പ്രാവശ്യം അറിയണമെന്നുണ്ടെങ്കിലും അറിയാനും യൂസ് ചെയ്യുന്ന തിങ്സിനെയാണ് നമ്മൾ BMS എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലൈക്ക് ഫെസിലിറ്റി മാനേജർ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഫെസിലിറ്റി മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. നമ്മളിപ്പോൾ ഒരു മാളിൽ പോയാലോ ഒരു എയർപോർട്ടിൽ പോയാലോ ഒക്കെ ഒരാളൊരു കോട്ടൊക്കെ ഇട്ട് വയർലെസ്സൊക്കെ ആയിട്ട് നടക്കുന്ന കാണാൻ പറ്റും. ഇപ്പോൾ മാളിലൊക്കെ ആണെങ്കിൽ ഓരോ ഫ്ലോറിനും ഒരു ഫെസിലിറ്റി മാനേജർ അല്ലെങ്കിൽ ഒരു ഫ്ലോർ മാനേജർ ഉണ്ടാവും. പണ്ട് അതിനെ ഫെസിലിറ്റി മാനേജർ എന്ന് വിളിച്ചിരുന്നു. ഇപ്പം അത് BMS എഞ്ചിനീയറാണ്. BMS എഞ്ചിനീയറിൻ്റെ ജോലി എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടതാണ്. അതിനകത്ത് വരുന്നതാണ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ലൈക്ക് ആക്സസ് കൺട്രോൾ, CCTV, ഫയർ അലാം, ഇൻട്രൂഡർ, വീഡിയോ ഡോർ ഫോൺ, HVAC, ലൈറ്റിംഗ് കൺട്രോൾസ്, VFDs, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഓരോന്നും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കോഴ്സിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ. കാര്യം ഒരു ബിൽഡിംഗ് നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് ബേസിക്സ് ഓഫ് അവിടെയുള്ള ഇലക്ട്രിക്കൽ എന്താണ്, ഇലക്ട്രോണിക്സ് എന്താണ്, ഇലക്ട്രോണിക് കമ്പോണൻസ് എന്താണ്, ഒരു സർക്യൂട്ട് തിയറി. ഇത് നിങ്ങൾ തിയറി ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇയർ ഓർ സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. സിംഗിൾ ഫേസ് എന്താണ്, 3 ഫേസ് എന്താണ്, ഇത് നമ്മളൊരു ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചിട്ടുണ്ടാകും അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക്സ് ഉള്ള ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ വരുന്നത്. ഒന്നുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇലക്ട്രിക്കൽ വരുമ്പോഴത്തേക്ക് സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് സിസ്റ്റം, ടൈപ്സ് ഓഫ് ലോഡ്സ് ആൻഡ് ഇറ്റ്സ് കാൽക്കുലേഷൻ, ഒരു കറണ്ട്, വോൾട്ടേജ്, പവർ എങ്ങനെ മെഷർ ചെയ്യാം, ഒരു എർത്തിങ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ് എന്താണ്. ദെൻ ഇലക്ട്രോണിക്സ് പോവുകയാണെങ്കിൽ ബേസിക് ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ്, സർക്യൂട്ട് തിയറി, ഫെമിലറൈസേഷൻ ഓഫ് ടൂൾസ്, സെലക്ഷൻ ഓഫ് കമ്പോണൻറ്റ്സ്, ലൈറ്റ്നിങ് കൺട്രോൾ. ദെൻ ഫസ്റ്റ് വൺ ആക്സസ് കൺട്രോൾ. ഇപ്പോൾ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു കോമൺലി യൂസ്ഡ്, പണ്ട് നമ്മൾ സിനിമയിൽ അല്ലെങ്കിൽ ഒരു IT കമ്പനിയിലേ ഉള്ളൂ എന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും ആക്സസ് കൺട്രോളാണ്. ഈവൻ നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ ആക്സസ് കൺട്രോൾസും മറ്റ് കൺട്രോളേഴ്സും
യൂസ് ചെയ്യുന്നുണ്ട്. സോ ആക്സസ് കൺട്രോൾസ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെ ഉണ്ടാവും, അതിൻ്റെ പാനൽ ടൈപ്സ് എന്തൊക്കെ ഉണ്ടാവും, ബയോമെട്രിക് സിസ്റ്റം ലൈക്ക് ആക്സസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ കാർഡ് റീഡർ ഉണ്ടാകും അല്ലേ, ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, റെറ്റിന ഉണ്ട്, ഇമേജ് പ്രോസസ്സിംഗ് ഉണ്ട്, ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ആ ടൈപ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്, ഇൻസ്റ്റലേഷൻ കമ്മീഷനിങ് മെയിൻ്റനൻസ് ഇത് എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും ആക്സസ് കൺട്രോളിൽ പറയുന്നത്. ദെൻ CCTV സർവൈലൻസ്. CCTV വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്യാമറ ടൈപ്സ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാമറാസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും എടുത്തു, നിങ്ങളുടെ വീട് തന്നെ എടുത്തോ, ആ വീട്ടിൽ വെളിയിൽ വെക്കുന്നതും അകത്ത് വെക്കുന്നതും രണ്ട് ക്യാമറയാണ്. ടോപ്പ് ടൈപ്പ് ഉണ്ട്, ഷൂട്ടർ ടൈപ്പ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് CCTVs ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏത് ടൈപ്പാണ് നമുക്ക് വേണ്ടത് എന്ന് ഒരു BMS എഞ്ചിനീയറാണ് തീരുമാനിക്കേണ്ടത്. ദെൻ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ. ഇനി എത്ര ക്യാമറ ഉണ്ട്, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു DVR എത്ര ക്യാമറയെ സപ്പോർട്ട് ചെയ്യും, അതെങ്ങനെ നെറ്റ്വർക്ക് ചെയ്യാം. അതല്ലാതെ പല ടൈപ്പ് ലൈക്ക് ബ്ലൂടൂത്ത്, ദെൻ വൈഫൈ കണക്ഷൻസ്, അങ്ങനെ ഉള്ള ക്യാമറാസ്. ഇപ്പോൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ കേബിൾഡ് അല്ലാത്ത ക്യാമറാസാണ് കൂടുതലും എല്ലാവരും ഉപയോഗിക്കുന്നത്. കാര്യം എനിക്ക് എൻ്റെ ഓഫീസ് വീട്ടിലിരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് CCTV സർവൈലൻസ് ആൻഡ് സിസ്റ്റംസിൽ വരുന്നത്. അതിൽ വരുന്ന ഒന്നാണ് IP ക്യാം എന്ന് പറയുന്നത്. IP ക്യാം എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിരുന്ന് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ PLC അവിടെ നിൽക്കട്ടെ. വീഡിയോ ഡോർ ഫോൺ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. ഗേറ്റിൻ്റെ വെളിയിൽ വന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഓണാവും, നമുക്ക് വീട്ടിനകത്തിരുന്ന് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൻ്റെ ടോപ്പോളജി എന്താണ്, അതിൻ്റെ മോഡ്യൂൾസ് എന്താണ്, അതിൻ്റെ മോഡ്യൂൾ എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാം, ഇതാണ് നമ്മൾ വീഡിയോ ഡോർ ഫോണിൽ വരുന്നത്. ദെൻ ഫയർ ലാമും പല ടൈപ്പുണ്ട്. ഡിറ്റക്ടറുണ്ട്, ദെൻ പാനൽസ് ഉണ്ട്, പല ടൈപ്പുണ്ട്. ആ ടൈപ്പുകൾ ഏത് ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഓരോ സോണായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആ സോൺ ആൻഡ് ലൂപ്പ് കൺസെപ്റ്റ്സ് എന്താണ്, ക്ലാസ് എ ആൻഡ് ലൂപ്പ് കൺസെപ്റ്റ്സ്, ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി വയറിംഗ് എന്താണ്, MCP പുൾ സ്റ്റേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫയർ ലാമ്പിൽ വരുന്നത്. സോ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ മെയിൻലി നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അപ്പോൾ ഫസ്റ്റ് സെക്യൂരിറ്റി സിസ്റ്റംസ്, ദെൻ CCTV, തേർഡ് അവിടെയുള്ള ഫയർ ലാം. നാലാമത് വരുന്നതാണ് HVAC എന്ന് പറയുന്നത്, ഹീറ്റ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. ഓക്കെ, ഇത് നിങ്ങൾ ഡിസൈൻ ചെയ്യാനോ ഇതാക്കാനോ ഒന്നും വേണ്ട, പക്ഷേ അവിടുത്തെ HVAC സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ സ്കീമാറ്റിക്, ഇപ്പോൾ ഡക്റ്റ് എതിലേക്കൂടെയൊക്കെ പോയിട്ടുണ്ട്, ഓക്കെ, അവിടുത്തെ ചില്ലർ എവിടെയാണ് ഇരിക്കുന്നത്, പമ്പിങ് സിസ്റ്റംസ് എന്താണ്, വെന്റിലേഷൻ സിസ്റ്റംസ് എന്താണ് എന്നുള്ള ഒരു ജനറൽ ഐഡിയ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലൈക്ക് മൺഡേ ടു തേഴ്സ്ഡേ നമ്മൾ ഒരു മാളിൽ പോയാൽ അവിടെ ഉണ്ടാകുന്ന AC-യുടെ തണുപ്പ് എന്ന് പറയുന്നതായിരിക്കില്ല നമ്മുടെ ഒരു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അല്ലേ. ഇതൊക്കെ നോക്കാനും കൺട്രോൾ ചെയ്യേണ്ടതും ഒരു BMS എഞ്ചിനീയറിൻ്റെ ജോബാണ്. ദെൻ ഇൻട്രൂഡർ അലാം, അത് കുറച്ചും കൂടെ റിസ്ക് ആയിട്ടുള്ള ഏരിയാസ്. അതായത് ഇപ്പോൾ എൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി തന്നെ എടുത്തോ, ഒരു റിസ്കി ഫാക്ടർ ഉള്ളവരെടുത്ത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ പോകാവൂ. ഓക്കെ, സോ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതായത് ഡിറ്റക്ടർ ടൈപ്സ് ആൻഡ് സെലക്ഷൻസ് എന്താണ്, പാനൽ ടൈപ്സ് എന്താണ്, അതിൻ്റെ സോൺ പ്രോഗ്രാമിംഗ്, ഏത് സോണാണ്, ആ സോണിലെ പ്രോഗ്രാമിംഗ് എന്താണ്, പാർട്ടീഷനിങ് എങ്ങനെയാണ്, പാനൽ സോഫ്റ്റ്വെയർ ഇൻ്റർഫേസിങ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻട്രൂഡർ അലാറമിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ PLCയും ഉണ്ട്. ഓക്കെ, എന്തിനാണ് PLC എന്ന് വെച്ചാൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കൊരു മൈക്രോ കൺട്രോൾ ബേസ്ഡ് സിസ്റ്റം യൂസ് ചെയ്യാം. ഇപ്പോൾ പല കമ്പനീസും മൈക്രോ കൺട്രോൾ ബേസ്ഡ് സിസ്റ്റംസ് തരുന്നുണ്ട്, ലൈക്ക് ഷ്നൈഡർ ഇലക്ട്രിക്, ഹണിവെൽ, ലൈക്ക് ദാറ്റ്.
അല്ലാതെ PLC യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നവരും ഉണ്ട്. സോ അതിനാണ് PLCയുടെ ബേസിക്സും PLCയുടെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് എന്നുള്ളതും കൂടെ നമ്മളിതിൽ വെച്ചിരിക്കുന്നത്. PLC വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളത് മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മൾ SCADA ആൻഡ് HMI യൂസ് ചെയ്യും. സോ SCADA ആൻഡ് HMIയുടെ ബേസിക്സും അതിൻ്റെ ഒരു BMS എഞ്ചിനീയർ അറിഞ്ഞിരിക്കേണ്ട ഓപ്പറേഷൻസും നമ്മുടെ ഈ കോഴ്സിനകത്ത് അല്ലെങ്കിൽ ഈ ഇതിനകത്ത് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടാവും. ദെൻ നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് നെറ്റ്വർക്കിങ്ങിൻ്റെ വലിയ കാര്യങ്ങൾ, അതായത് ഒരു സിസ്റ്റം അഡ്മിൻ ചെയ്യുന്ന പോലെ ഉള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ട. പക്ഷേ നെറ്റ്വർക്കിങ്ങിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം ഇപ്പോൾ ഒരു CCTV ഞാൻ ലെയറാണ് അല്ലെങ്കിൽ ഒരു ഇൻട്രൂഡർ അലാം വരുന്നത്, എല്ലാം വന്ന് കണക്റ്റ് ആവുന്ന കണക്റ്റേഴ്സ് എവിടെയാണ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ടൈപ്സ് എന്താണ്, വൈഫൈ ലെയേഴ്സ്, കേബിൾസ് എങ്ങനെയാണ്, അതിൻ്റെ ക്രിംബ്ലിങ് എങ്ങനെയാണ്, എന്തൊക്കെ ടൈപ്പ് ഉണ്ട്, LAN ആൻഡ് WAN ആണോ, അതിനകത്തൊരു ഫയൽ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് കാര്യങ്ങളായിരിക്കും ഈ കോഴ്സിനകത്ത് കവർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ VFDയും നമ്മുടെ ഓട്ടോമേഷൻ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും PLC, SCADA, HMI ആൻഡ് VFD ആണ് ഇതിനകത്ത് മെയിൻലി വരുന്നത്. അതിനകത്ത് പാനൽ വയറിങ്, പാനൽ ഡിസൈനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു VFD വരുമ്പോഴത്തേക്ക് ഒരു MCC പാനൽ വേണം, മോട്ടോർ കൺട്രോൾ സെൻട്രൽ പാനൽ എന്ന് പറയും. ഈ പാനൽ എങ്ങനെ ചെയ്യാം, ആ പാനൽ എങ്ങനെ വയർ ചെയ്യും, ദെൻ മോട്ടോർ ഡ്രൈവ്സ് എങ്ങനെ വർക്ക് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും VFDക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ദെൻ CAD, ഒരു BMS എഞ്ചിനീയർ CAD എന്തിനറിഞ്ഞിരിക്കണം എന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഈ കൊണ്ടുപോയിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു CCTV വെച്ചിട്ടുണ്ട്, ഇത് അവിടെ നിന്നൊരു കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ആ കേബിൾ നമ്മളൊരു CAD-ൽ ഡ്രോ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ എനിക്കൊരു ഹോൾ ഇടണം, ആ ഹോൾ ഇടണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് BMS എഞ്ചിനീയർക്കിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങണം. അങ്ങനെ പെർമിഷൻ വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിൽ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബേസിക്സ് ഓഫ് CAD നമ്മൾ അറിഞ്ഞിരിക്കണം. CAD ഡ്രോയിങ് കണ്ടാൽ മനസ്സിലാവണം CAD ഡ്രോയിങ്ങിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ കമ്പോണൻസിൻ്റെ, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ QCയിൽ പറഞ്ഞതുപോലെ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് എന്താണ്, അതിൽ ആ സിമ്പിളിൻ്റെ മെഷീൻസ് എന്താണ് എന്നുള്ള ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ BMSൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതാണ് മെയിൻലി ഒരു BMS കോഴ്സിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ദെൻ ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. മാൻ മെഷീൻ ഇൻ്റർഫേസ് ആണ്. സെക്യൂരിറ്റി കുറച്ചും കൂടെ കൂടുതലാകും, അതായത് ഒരാൾ നിന്ന് നോക്കുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് അറിയാൻ പറ്റും. ദെൻ റിപ്പോർട്ടിംഗ് ആൻഡ് ഡേറ്റ ലോഗിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആക്സസ് കൺട്രോൾ ആണെന്ന് വെച്ചോ, നമ്മൾ സാധാരണ പോയി ഒപ്പിടുന്നതോ അല്ലെങ്കിൽ ടൈം എഴുതുന്നതോ ഒന്നും അറിയണ്ട അല്ലേ. ഒരാളുടെ ഇന്നൗട്ട് എനിക്ക് കൃത്യമായിട്ട് ലോഗായി വരും. അതൊരു എക്സൽ ഷീറ്റായിട്ട് വേണമെങ്കിൽ കിട്ടും, വേർഡായിട്ട് വേണമെങ്കിൽ കിട്ടും, അതവിടെ സ്റ്റോർ ചെയ്ത് കിടപ്പുണ്ടാവും ഇല്ലേ. ഇനി ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ, അതായത് ബോസിന് അത് ഏത് രാജ്യത്ത് നിന്ന് വേണം എന്നുണ്ടെങ്കിലും കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും പറ്റും. അതാണ് റിമോട്ടിംഗ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ അലാം മാനേജ്മെൻറ്റ്, ടൈം ഷെഡ്യൂളിംഗ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു AC, ഇപ്പോൾ നമ്മൾ HVAC പറഞ്ഞില്ലേ, ആ HVACയിൽ നമുക്ക് ഒരു കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഈ ഇലക്ട്രിക്കൽ സിസ്റ്റം BMS മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് നമുക്കൊരു ടൈമിംഗ് ഷെഡ്യൂൾ ചെയ്യാം. ഇത്ര ടൈമിൽ ഇന്ന കാര്യങ്ങൾ നടന്നാൽ പോതും അല്ലേ, ഇത്ര നടന്നാൽ മതി എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അത്രയും നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ഓഫ് ആവണം, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ലൈറ്റ് ഓൺ ആക്കണം, അല്ലെങ്കിൽ AC ഓൺ ആക്കണം. ഇത് ഞാൻ ഒരു വീട് എന്നുള്ള കൺസെപ്റ്റിൽ നിങ്ങൾ നോക്കുവാണെങ്കിലും അതിപ്പോൾ മാർക്കറ്റിൽ വളരെയധികം അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ACs പോലാണെങ്കിലും ലൈക്ക് നമുക്ക് വീട്ടിൽ നിന്ന് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓണാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് ടൈം ഷെഡ്യൂളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇതെന്തിനു ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഇതിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് ഇത് എല്ലാ ബിൽഡിങ്ങിലും വന്നു തുടങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഈ ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് നോക്കുവാണെങ്കിൽ 4 നിലയുടെ മേളിലുള്ള ഏത് ബിൽഡിങ്ങിലും ഉറപ്പായിട്ടും ഒരു BMS എഞ്ചിനീയർ ഉണ്ടായിരിക്കണം എന്ന് നിയമമുണ്ട്. ഈവൻ വിയറ്റ്നാമിൽ കൂടെ ഇപ്പം റീസെൻ്റായിട്ട് ആ ഒരു ഇത് വന്നിട്ടുണ്ട്. സോ
ഇപ്പം നമ്മുടെ രാജ്യത്തും അതൊരു ഇതായിട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ മാളുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 നിലയ്ക്ക് ഒരു ഫ്ലോർ മാനേജർ, അത് നിങ്ങൾ കുറച്ചും കൂടെ ആൾക്കാർ കൂടുതൽ പോകുന്ന സ്ഥലമാണെങ്കിൽ 1 നിലയ്ക്ക് ഒരു ഫ്ലോർ മാനേജർ, അയാൾക്കൊരു ടീം എന്നുള്ള രീതിയിൽ നമുക്ക് ആൾക്കാർ ആയിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്. ലൈക്ക് ഇത് മെയിൻലി എനർജീസ് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. അതായത് ഒരാൾ നിന്ന് കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമ്മളവിടെ ഒരു ഫിക്സഡ് ടൈമിംഗ് കൊടുത്ത് വർക്ക് ചെയ്യുകയാണെന്ന് വെച്ചോ, എനർജി വളരെയധികം ലാഭിക്കില്ല. അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. ദെൻ ഓപ്പറേറ്ററിൻ്റെ ട്രെയിനിങ് എല്ലാം ഓൺ സ്ക്രീനായിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു HMI പാനൽ പറഞ്ഞില്ലേ, എനിക്ക് HMI പാനലിൽ നോക്കി തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് തന്നെ അത് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിസ്റ്റംസ് എല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. ദെൻ മെയിൻ്റനൻസ് സേവിങ്സ്, കൺസോൾട്രേറ്റഡ് ഫെസിലിറ്റി കൺട്രോൾ, അതായത് ഒരു പോയിന്റിൽ തന്നെ സെൻട്രലൈസ്ഡ് ഓപ്പറേഷൻ നമുക്ക് ചെയ്യാം. ഇത് വളരെയധികം മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിലും വളരെയധികം എളുപ്പമായിട്ടുള്ളൊരു രീതിയിലാണ് ഒരു BMS ഡിവൈസസ് കൺട്രോൾ ചെയ്യുന്നത്. ഇതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ലൈക്ക് അലാമിങ്, റിപ്പോർട്ടിംഗ്, ഹെൽപ്പ്, പേജിങ്. ദെൻ ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ടൈപ്പിൽ ഫങ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ ഡേറ്റ അനാലിസിസ്, ഡോക്യുമെൻറ്റേഷൻ, മെയിൻ്റനൻസ്, നെറ്റ്വർക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുമ്പത്തെക്കാട്ടിലും ഭയങ്കര എളുപ്പമായി അല്ലേ. ലൈക്ക് ഇപ്പോൾ സേഫ്റ്റി അലാം, നമുക്ക് എവിടെയെങ്കിലും ഒരു ഫയർ ഉണ്ടായാൽ ആ ഫയർ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അത് പല ടൈപ്പ് പാനൽസ് ഉണ്ട്. ആ പാനലിൽ നമുക്ക് എവിടാണ് നടന്നതെന്ന് വരെ ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഒരു സ്മാർട്ട് ബിൽഡിംഗ് എന്താണ് എന്ന് ചോദിച്ചാൽ, ആ സ്മാർട്ട് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു എനർജി എഫിഷ്യൻ്റായിട്ടും ഇൻഡോർ എൻവയോൺമെൻറ്റ് ക്വാളിറ്റി കൂടുതലായിട്ടും ഉള്ള ബിൽഡിങ്സ് ആണ് സ്മാർട്ട് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്മാർട്ട് ബിൽഡിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ BMS യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി എഫിഷ്യൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഇൻഡോർ എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി നമുക്ക് കൂടുകയും ചെയ്യും. ഓക്കെ, then a building that provides a productive and cost effective environment through optimization of its 4 basic components: structure, systems, services and management, and the interrelation between them. ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് അതിൻ്റേതായ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ആ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു കമ്പനി, ഇപ്പോൾ ഹണിവെൽ ആണെങ്കിൽ ഹണിവെല്ലിൻ്റെ കമ്പനി ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് അതിൻ്റേതായ കൺട്രോളേഴ്സും ഉണ്ടാവും. ആ കൺട്രോളേഴ്സിനെ നമ്മൾ പ്ലാൻ കൺട്രോളേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇതാണിപ്പോൾ നമുക്ക് ലേറ്റസ്റ്റായിട്ട് വരുന്ന ഒരു ജോബ് ബൂം എന്ന് പറയുന്നത്. ഓരോ വർഷം നിങ്ങൾ നോക്കിയാൽ കാണാം, ഓരോ വർഷവും കൂടി വരുന്നത്. ഇനി ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു വീഡിയോ ആണ്. With just a tap of the button, I can change the mood of the room, be it feeling the sunshine or playing some soothing sounds. With just a little tap, you can enhance those simple joys of life. And add pretty little surprises to them as well. And maybe even dance to them. You got to finish all that milk, okay? Milk makes you strong, but candy makes you sweet. Safety can't be left to chance, especially when it's for your loved ones.
watch my favorite shows without looking for various remotes. This is not okay. Here's a better way. Huh? With just a tap of the button, I can change the mood of the room, be it feeling the sunshine or playing some soothing sounds. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ MEP HVAC എഞ്ചിനീയർ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മൾ BMS കഴിഞ്ഞു, അടുത്തത് MEP, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്. കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, ഈ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്നൊക്കെ പറയുമ്പോൾ മെയിൻലി നമ്മൾ ആലോചിക്കും, ഇതൊരു എഞ്ചിനീയറിൻ്റെ ജോലിയാണോ? ഉറപ്പായിട്ടും ഇതൊരു എഞ്ചിനീയറിൻ്റെ ജോലിയാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പോയി നമ്മുടെ വീടിൻ്റെ ഒരു ഡ്രോയിങ് ഉണ്ടാക്കും അല്ലേ? വീടിൻ്റെ ഒരു ഡ്രോയിങ് ഉണ്ടാക്കി എത്ര മുറി വേണം, ഓരോ മുറി എവിടെയാണ്, നമ്മുടെ ബാത്റൂംസ് എവിടെയാണ്, കിച്ചൺ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കും അല്ലേ? അതേ ജോലി അത് ചെയ്ത് കഴിഞ്ഞ് അടുത്തത് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ ഫൗണ്ടേഷൻ ഇടുക എന്നുള്ളതാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ബിൽഡിങ്ങിലുള്ള മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും പ്ലംബിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും. ഇതിപ്പോൾ ഞാൻ ഒരു ബിൽഡിംഗ് വെച്ച് പറഞ്ഞു, ഇത് തന്നെ പ്ലാന്റും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്ലാന്റിലും ഇതേ സെയിം തന്നെയാണ്. അപ്പോൾ ഒരു MEP എഞ്ചിനീയറിൻ്റെ ജോലി എന്ന് പറയുന്നത് അവിടെയുള്ള മെക്കാനിക്കൽ തിങ്സ് എന്താണ്, ഇലക്ട്രിക്കൽ തിങ്സ് എന്താണ്, പ്ലംബിംഗ് തിങ്സ് എന്താണ്, ഫസ്റ്റ് അതിൻ്റെ ഡ്രോയിങ്. ഓക്കെ, ഇപ്പോൾ ഒരു വീട് എടുക്കുകയാണെങ്കിൽ ആ വീടിൽ നമ്മൾ ഇലക്ട്രിക്കൽ എടുത്തോ. ഇലക്ട്രിക്കൽ എടുക്കുമ്പോൾ നമ്മുടെ വയറിങ് എങ്ങനെ പോകണം? ഫസ്റ്റ് നമ്മുടെ മെയിൻ സ്വിച്ച് എവിടെ വരണം, അല്ലെങ്കിൽ മീറ്റർ എവിടെ വരണം, മെയിൻ സ്വിച്ച് എവിടെ വരണം, ഓരോ റൂമിലും എത്ര ലൈറ്റ്സ് ഉണ്ട്, എത്ര ഫാൻസ് ഉണ്ട്, അതിൻ്റെ വയറിങ് എങ്ങനെ വരുന്നു, ഓക്കെ, അതിൻ്റെ സ്വിച്ച് ബോർഡ്സ് എവിടെയാണ്, എത്ര നമുക്ക് പോയിൻറ്റ്സ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വീട് വെക്കുമ്പോൾ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യണം അല്ലേ? ഇതുപോലെ തന്നെയാണ് മെക്കാനിക്കലായിട്ടുള്ളതാണെങ്കിലും പ്ലംബിംഗ് റിലേറ്റഡ് ആണെങ്കിലും പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അത് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഇലക്ട്രിക്കൽ നമ്മൾ വീട് ചെയ്തതിന് ശേഷം നമ്മൾ പൊളിച്ചാണോ നമ്മൾ ഇലക്ട്രിക്കൽ വയർ ചെയ്യുന്നത്? അല്ല, ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യണം. സോ അതാണ് നമ്മളൊരു MEP എഞ്ചിനീയർ മെയിൻലി ചെയ്യേണ്ടത്. സോ ഫസ്റ്റ്, സോ ഇറ്റ് റിക്വയർസ് ടു ബി ഡോക്യുമെൻറ്റഡ് ആക്യുറേറ്റ്ലി ആൻഡ് ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ കൺവീനിയൻ്റ്ലി. ദെൻ CAD സോഫ്റ്റ്വെയർ ആണ് നമ്മൾ മെയിൻലി ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. CAD അല്ലാതെ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. CAD സോഫ്റ്റ്വെയർ ആണ് നമ്മൾ മെയിൻലി ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഡ്രാഫ്റ്റ് 2Dയിലും 3Dയിലും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ജോബ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറാകാം, മറൈൻ സെക്ടർ ആകാം, പവർ സെക്ടർ ആകാം, ഇൻഡസ്ട്രിയൽ സെക്ടർ ആകാം. ഏത് സെക്ടർ എടുത്താലും ഫസ്റ്റ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരു MEP എഞ്ചിനീയറിൻ്റെ ജോലിയാണ്. ഇതിനു വേണ്ടി നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് റിവൈറ്റ് MEP, HAP, CAD അങ്ങനെയൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർസാണ് നമ്മൾ മെയിൻലി ഈ ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ HVAC എന്ന് പറയുന്നത് ഹീറ്റ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. ഇതൊരു വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും സെൻട്രലൈസ്ഡ് AC സിസ്റ്റംസ്.
ഈ സെൻട്രലൈസ്ഡ് എ സി എങ്ങനെ വർക്ക് ചെയ്യുന്നു, അവിടെയാണ് ഒരു HVAC എഞ്ചിനീയറിൻ്റെ ജോബ് റോൾ. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് എന്താണ്, എത്ര ക്ലാസിഫിക്കേഷനുണ്ട്. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആ 2 കാര്യങ്ങളാണ്. ഒന്ന് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന് കൺസെപ്റ്റ് എന്താണ്, ദെൻ എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ദെൻ അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലോഡ് കാൽക്കുലേഷൻ. ഒരു റൂമിൽ എത്ര അളവിൽ AC വേണം, ദെൻ അതിൻ്റെ ഡക്റ്റിൻ്റെ ഡിസൈൻ. ഓക്കെ, ദെൻ ചില്ലർ ഡിസൈൻ ആൻഡ് സ്കീമാറ്റിക് ലേഔട്ട്. ചില്ലർ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് കൂളിംഗ് പർപ്പസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്. ദെൻ ഇതിൻ്റെ പമ്പ് സെലക്ഷൻ, പമ്പ് ഹെഡ് കാൽക്കുലേഷൻ, വെന്റിലേഷൻ സിസ്റ്റംസ്, ദെൻ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ആൻഡ് എസ്റ്റിമേഷൻ. ഒരു HVAC എഞ്ചിനീയർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് മൊത്തത്തിൽ എന്ത് കോസ്റ്റ് ആകും, അതിന് ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യണം, ആ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണം, അതിൻ്റെ കോസ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ എസ്റ്റിമേഷനും തീരുമാനിക്കേണ്ടത് HVAC എഞ്ചിനീയർ തന്നെയാണ്. ഓക്കെ, ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ. നമ്മളിപ്പോൾ 1 ടൺ AC 2 ടൺ AC എന്നൊക്കെ പറയുന്നില്ലേ, പക്ഷെ അത് ആക്ച്വലി ഒരു റൂം സൈസിൽ എത്ര AC വേണം എന്ന് പെർഫെക്റ്റ് കാൽക്കുലേഷനുണ്ട്. ആ കാൽക്കുലേഷനനുസരിച്ചായിരിക്കണം നമ്മൾ നമ്മുടെ AC സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെയാണ് കംപ്രസറും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കംപ്രസേഴ്സ് സെലക്ട് ചെയ്യുന്നത്, ഏത് ടൈപ്പ് വേണം. ഇപ്പോൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ടൈപ്പ് ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗ്, റോട്ടറി സ്ക്രൂ, സെൻട്രിഫ്യൂജൽ, ഇങ്ങനെ 3 ടൈപ്പ് കംപ്രസേഴ്സ് ഉണ്ട്. ഇതിൽ ഏത് ടൈപ്പ് വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മുടെ ലോഡിൻ്റെ റിക്വയർമെൻറ്റും നമ്മുടെ റിക്വയർമെൻറ്റിനും അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നത്. ദെൻ വെൻറ്റ്, ഡക്റ്റിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഔട്ട്ഡോർ യൂണിറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണ്, എങ്ങനെ കൊണ്ടുപോകാം, എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ ഡക്ട് ഡിസൈനിങ്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിനകത്തൂടെ ഡക്ട് എങ്ങനെയാണ് പോകുന്നത്, ഇൻ ഔട്ട് എവിടെ വേണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രാമിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ജോയിൻറ്റ്സ് എങ്ങനെ വരണം, എവിടെയൊക്കെ അഡ്ജസ്റ്റബിൾ വേണം, എവിടെയൊക്കെ ലോങ്ജിറ്റ്യൂഡിൽ സ്റ്റീം വേണം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ കളേഴ്സ് എന്തായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് നെക്സ്റ്റ് നമ്മൾ HVACയിൽ അറിയേണ്ടത്. ദെൻ സോഫ്റ്റ്വെയർസ് യൂസ് ഫോർ HVAC. മെയിൻലി നമുക്ക് ഇതിൻ്റെ ലോഡ് കാൽക്കുലേഷന് വേണ്ടി നമുക്ക് എക്സൽ ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ HAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ഹവർലി അനാലിസിസ് പ്രോഗ്രാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ഡക്ട് സൈസ്, ദെൻ VRF സെലക്ഷൻ സോഫ്റ്റ്വെയർസ്. ഇതാണ് മെയിൻലി ഒരു MEP HVAC ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ദെൻ നമ്മൾ ഇലക്ട്രിക്കൽ വരുമ്പോഴത്തേക്ക് MEPയിൽ നമ്മൾ ഇലക്ട്രിക്കൽ വരുമ്പോഴത്തേക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇലക്ട്രിസിറ്റി എന്താണ്, ബേസിക് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ്, ടൈപ്സ് ഓഫ് ലോഡ്സ്. നമ്മൾ ഇലക്ട്രിക്കൽ ക്യൂസിയിൽ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ എന്ന് പറഞ്ഞ് നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, സിമ്പിൾസ് ആൻഡ് ഡ്രോയിങ്സ്, ലൈറ്റ് ആൻഡ് പവർ സർക്യൂട്ട്സ്, സബ് സർക്യൂട്ട്സ്, ദെൻ സർക്യൂട്ട്സ് പ്രൊട്ടക്ഷൻസ്, ദെൻ MCBs എന്താണ്, എത്ര ടൈപ്സ് ഉണ്ട്, ദെൻ ELCB, RCB, MCCB, types of MCBs, then load calculation, load balancing, selection of wires and cables, mounting level of accessories. ഇതിനെല്ലാം ഒരു റെഗുലേഷൻ ഉണ്ട്. ആ റെഗുലേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചുമ്മാ നമുക്കൊരു ഡക്റ്റ് വലിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അതുപോലെ ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇലക്ട്രിക്കലിലും ചുമ്മാ നമുക്കൊരു വയർ ഇതാക്കാൻ പറ്റില്ല. നമ്മൾ യൂസ് ചെയ്യേണ്ട MCB ഏതാണ്, അതിൻ്റെ റേറ്റിംഗ് എന്താണ്, MCCB യൂസ് ചെയ്യേണ്ട ഏതാണ്, കോൺട്രാക്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേതാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് ഓരോന്നിനും പെർഫെക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പോൾ ആ കാൽക്കുലേഷൻ അനുസരിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അതിനെക്കുറിച്ചുള്ളതായിരിക്കും നമ്മൾ MEPയിൽ ഇലക്ട്രിക്കൽ ഇതിൽ വരുന്നത്. ഇലക്ട്രിക്കൽ ലേഔട്ട്സ്, സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് റെസിഡൻഷ്യൽ ആൻഡ് സ്മോൾ ബിൽഡിംഗ്, സെലക്ഷൻ ഓഫ് എക്യുപ്മെൻറ്റ്സ്. നമ്മളതിൽ 3 എണ്ണം വരും. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ അല്ലെങ്കിൽ സ്മോൾ ബിൽഡിംഗ്, ദെൻ ഒരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഒരു
കൊമേഴ്സ്യൽ ബിൽഡിംഗ്. ദെൻ മെയിൻലി രണ്ട്, അതായത് ഒരു പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റ്, അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഇതാണെങ്കിൽ റെസിഡൻഷ്യൽ തിങ്സ്. അതിന് ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഡ്രോയിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ്. ഈ കൊമേഴ്സ്യൽ ബിൽഡിങ്ങും ഇൻഡസ്ട്രിയിലും യൂസ് ചെയ്യുന്നതും മറ്റിടത്ത് യൂസ് ചെയ്യുന്നതും തമ്മിൽ നമുക്ക് വ്യത്യാസമുണ്ടാവും. അതിൻ്റെ രണ്ടിൻ്റെയും ഓരോ പ്രൊജക്റ്റ് നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടി വരും. ഓക്കെ. ദെൻ പ്ലംബിംഗ് വരുമ്പോൾ first plumbing fundamentals, then quality of water, sanitary wares, then mounting of plumbing fixtures, പിന്നെ നമ്മൾ അതിൻ്റെ ഡ്രോയിങ്, പിന്നെ ഇൻറ്റേർണൽ പ്ലംബിംഗ്, കോൾഡ് വാട്ടർ, ഹോട്ട് വാട്ടർ, ഇതെല്ലാം ഓരോന്നിനും ഓരോ രീതിയിലുള്ള ഇതായിരിക്കും വരുന്നത്. പമ്പ് എന്ത് യൂസ് ചെയ്യണം, ദെൻ ടാങ്കിൻ്റെ സൈസ് എന്തായിരിക്കണം, ദെൻ പൈപ്പ്, ഇപ്പോൾ ഹോട്ട് വാട്ടറിന് എന്താണ്, കോൾഡ് വാട്ടറിന് എന്താണ്, പിന്നെ വെളിയിലാണ് എക്സ്റ്റേണൽ പ്ലംബിംഗ് ആണെങ്കിൽ അതിൻ്റെ പൈപ്പ് എന്താണ്, ലേ ഔട്ട് ഡ്രോയിങ്സ് എന്താണ്, മാൻഹോൾ ഓർ ആൻഡ് ഗുള്ളി ട്രാപ്സ്, സെപ്റ്റിക് ടാങ്കിൻ്റെ സൈസിങ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് മെയിൻലി പ്ലംബിങ്ങിൽ വരുന്നത്. ദെൻ ഇതിനകത്ത് പിന്നെ വരുന്നൊരു കാര്യം ഫയർ ഫൈറ്റിംഗ് ആണ്. ഇപ്പോൾ നമുക്കൊരു ബിൽഡിംഗ് എടുക്കുമ്പോൾ നമ്മൾ HVAC ദെൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഒരു MEP എഞ്ചിനീയർ നോക്കണം. സോ ഫയർ ഫൈറ്റിംഗ് വരുമ്പോൾ ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽസ്, ദെൻ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം, സ്പ്രിങ്ക്ലേഴ്സ് എത്ര ടൈപ്പ് ഉണ്ട്, അതിൻ്റെ സിസ്റ്റം ടൈപ്സ് എത്രയൊക്കെയാണ്, ദെൻ ഹൈഡ്രൻറ്റ് സിസ്റ്റം, പമ്പിംഗ് സിസ്റ്റം, പിന്നെ ഫയർ അലാം സിസ്റ്റംസ് അല്ലെങ്കിൽ ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റംസ്, ഹീറ്റ് ഡിറ്റക്ടർ സിസ്റ്റംസ്, സ്മോക്ക് ഡിറ്റക്ടർ സിസ്റ്റംസ്, അതായത് തീ നമ്മൾ കണ്ടുപിടിക്കുന്നതുകൊണ്ട് അതേപോലെ സ്മോക്ക് കണ്ടുപിടിക്കുന്നുണ്ട്, സ്പ്രിങ്ക്ലർ പല ടൈപ്പുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഫയർ അലാമിൽ വരുന്ന മെയിൻ തിങ്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് മെയിൻലി ഒരു MEP HVAC എഞ്ചിനീയർ ചെയ്യേണ്ട ജോബ് എന്ന് പറയുന്നത്. ഓക്കെ. നൗ ജോബ് റോൾസ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ഇതിൽ ഏത് പഠിച്ചാലും നമുക്ക് വരുന്ന മെയിൻ ജോബ് റോൾസ് എന്ന് പറയുന്നത് ഒരു ഡിസൈൻ എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എഞ്ചിനീയർ, ദെൻ ഒരു പ്രൊജക്ട് എഞ്ചിനീയർ ഓർ ഒരു സൂപ്പർവൈസർ. ഇതിൽ ഏത് സെക്ടറിൽ നമ്മൾ പഠിച്ചാലും നമുക്ക് വരുന്ന മെയിൻ ജോബ് ഏരിയാസ് എന്ന് പറയുന്നത് ഈ 3-4 ഏരിയാസ് ആയിരിക്കും നമുക്ക് വരുന്ന ജോബ് സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എവിടെ ജോബ് കിട്ടും എന്ന് ചോദിച്ചാൽ നമുക്ക് നേരെ സെക്ടേഴ്സ് പറയാം. പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ, ഇപ്പം നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ KCB എന്ന് പറയുമല്ലോ അല്ലേ. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് പവർ ജനറേഷനുണ്ട്. ഇപ്പോൾ റിലയൻസ്, അവർക്ക് ഒത്തിരി പ്രൈവറ്റ് സെക്ടറുണ്ട്. അപ്പോൾ പബ്ലിക് സെക്ടറിൽ തന്നെ നമുക്കിതിന് ജോബ് കിട്ടണമെന്നില്ല. നമുക്ക് പ്രൈവറ്റ് സെക്ടേഴ്സിലും ഈ കാര്യങ്ങൾ പഠിച്ചാൽ, ഇപ്പോൾ ഈ പവർ ജനറേഷൻ നോക്കുമ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ടാവും, പവർ ആൻഡ് ഇലക്ട്രിക്കൽ ഉറപ്പായിട്ടും വരുന്നുണ്ടാവും അല്ലേ. ദെൻ QC വരുന്നുണ്ടാവും, ദെൻ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ വരുന്നുണ്ടാവും, ഫസ്റ്റ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ MEP HVAC വരുന്നുണ്ടാവും, ദെൻ സെക്യൂരിറ്റി സിസ്റ്റംസ് മറ്റ് കാര്യങ്ങളൊക്കെ മാത്രം. ഇപ്പോൾ സെക്യൂരിറ്റി സിസ്റ്റം മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അവിടെ ഒരു BMS എഞ്ചിനീയറിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ. ദെൻ മറൈൻ ഓട്ടോമേഷൻ. ഇപ്പോൾ മറൈൻ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറൈൻ സെക്ടർ എന്ന് പറയുന്നത് ഞങ്ങളൊരു മിനി ഇൻഡസ്ട്രി എന്നാണ് വിളിക്കുന്നത്. ഒരു ഷിപ്പിനെ നമുക്കൊരു മിനി ഇൻഡസ്ട്രി എന്ന് വിളിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഷിപ്പിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത് റിലേറ്റ് ചെയ്ത് ഇതിൽ ഏത് കോഴ്സ് നമ്മൾ പഠിച്ചാലും അല്ലെങ്കിൽ ഇതിൽ ഏത് കോഴ്സിനെ കുറിച്ച് നമുക്ക് ഏത് സ്കില്ലിനെ കുറിച്ച് നമുക്കൊരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മറൈൻ സെക്ടറിലേക്ക് നമുക്ക് ജോബിന് പോകാം. പിന്നെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു സെക്ടറാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതും ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഒരുപാടുണ്ട്. ഓക്കെ. ഇപ്പോൾ റിഫൈനറീസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ റിഗ്സ് ആണെങ്കിലും ശരി. ഇപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഗുജറാത്ത്, നമ്മുടെ ലേറ്റസ്റ്റ് പ്രോജക്റ്റ് ഗുജറാത്ത് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള ഇടത്ത് നമുക്ക് ഈ
ഇത് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ പേപ്പർ ആൻഡ് പൾപ്പ് ഇൻഡസ്ട്രി, ദെൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ പഠിച്ചവർക്ക് മാത്രമല്ല, ഒരു കാറിനകത്ത് എന്ത് പഠിച്ചവർക്കും ഏത് സെക്ടർ പഠിച്ചവർക്കും ജോലിയുണ്ട് അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ലൈക്ക് ഒരു മിനിറ്റ്, ഓട്ടോമൊബൈലിൽ പഠിച്ചവർക്ക് മാത്രമല്ല, ഒരു ഇലക്ട്രോണിക്സ് പഠിച്ച ആളാണെങ്കിലും ശരി, ഇലക്ട്രിക്കൽ പഠിച്ചവർക്കാണെങ്കിലും ശരി, ഒരു കാറിനകത്ത് എന്ത്, ഒരു കാർ ഫാക്ടറിക്ക് അകത്ത് പോവുകയാണെങ്കിൽ ഒരു കാർ ഹ്യൂമൻ ഉണ്ടാക്കുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോ അവിടെ ഒരു ഓട്ടോമേഷൻ പഠിച്ച ഒരാൾക്ക് ആവശ്യമുണ്ട് അല്ലേ? ദെൻ ഇലക്ട്രിക്കൽ കാര്യമായിട്ടുള്ള തിങ്സ് ഒരുപാട് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യൂസി ആണെങ്കിലും ശരി, ഇപ്പോൾ ട്രാൻസ്ഫോമർ ഉണ്ടാവണമെന്നില്ല, പക്ഷേ അവരുടെയും പവർ ജനറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു KCBയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പവറിനെയോ ഡിപ്പെൻഡ് ചെയ്തല്ല. ഇപ്പോൾ നിങ്ങൾ ചെന്നൈ നോക്കുവാണെങ്കിൽ ചെന്നൈയിൽ 8 hours നമുക്ക് കറണ്ട് ഉണ്ടാവില്ല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ. അവർക്ക് വേണ്ടുന്ന കറണ്ട് അവർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. അതിനവരിപ്പോൾ സോളാർ എനർജി യൂസ് ചെയ്യാം, വിൻഡ് എനർജി യൂസ് ചെയ്യാം, അങ്ങനെ പല ടൈപ്പിലായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമുക്ക് ഒത്തിരി ഇടം പറയാം. പക്ഷെ അവിടെ എല്ലാം എന്താണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, കാര്യങ്ങൾ അറിയാവുന്ന, അതായത് നമ്മൾ ഇതിൽ പറയുകയാണെങ്കിൽ ട്രെയിൻഡ് പ്രൊഫഷണൽസ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ പോയി ഓട്ടോമേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ബേസിക് നോളജ് ഓഫ് PLCs ആരെങ്കിലും വേണ്ടേ? സോ അതാണ് ഈ ട്രെയിൻഡ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ ഈ ട്രെയിനിങ് കൊണ്ട് നിങ്ങൾക്ക് തരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഒരു ട്രെയിനിങ് കൊണ്ട് മാത്രം നമുക്കൊരു ജോബ് കിട്ടാൻ പറ്റില്ല. അതിന് നമ്മൾ ഫസ്റ്റ് വേണ്ടിയത്, നമ്മൾ സിമ്പിളായിട്ടൊരു ജോലി വാങ്ങിക്കാം. എങ്ങനെ? ഇൻ്റർവ്യൂവറിനെ നിങ്ങൾ ഇമ്പ്രസ് ചെയ്താൽ മാത്രം മതി അല്ലേ? ഇപ്പോൾ ഒരു HR ആണ് നിങ്ങളുടെ ചോദ്യം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ പേഴ്സൺ ആണ് നിങ്ങളുടെ ചോദ്യം ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാളെ ഇമ്പ്രസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ജോബ് കിട്ടാം. ഓക്കെ, സോ അതിന് നമുക്ക് ടെക്നിക്കൽ നോളജ് മാത്രം പോരാ, അതിനായിട്ട് കുറച്ച് നോൺ ടെക്നിക്കൽ തിങ്സും ആവശ്യമുണ്ട്. സോ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാംസിൻ്റെ കൂടെയും നിങ്ങൾക്ക് ഈ പ്ലേസ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ലൈക്ക് പേഴ്സണൽ ഇൻട്രാക്ഷൻസ്, ടെക്നിക്കൽ ഇവാലുവേഷൻസ്, കരിയർ ഗൈഡൻസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, CV പ്രിപ്പറേഷൻ, മോക്ക് ഇൻ്റർവ്യൂസ്. ഓക്കെ, ഇതിൽ ഇപ്പോൾ നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾ കോളേജിൽ നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലേ? ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു, ലൈക്ക് CV പ്രിപ്പറേഷനും എടുത്തോ. എനിക്ക് ഡെയിലി മിനിമം ഒരു 50 റെസ്യൂമെങ്കിലും എൻ്റെ മെയിലിലേക്ക് വരാറുണ്ട്. അതിലൊരു 75% ഫോർമാറ്റ് സെയിം ആയിരിക്കും. ഞാൻ ഈ 50 വായിച്ച് നോക്കും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? സോ ഒരു CV എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊരു ഫോർമാറ്റ് ഉണ്ട്. ഒരു ഇംപ്രസീവായിട്ടുള്ള രീതിയിൽ എങ്ങനെ CV പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യാണ്, ഒരു പോസ്റ്റിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് മാത്രമായിട്ടായിരിക്കണം നമ്മളൊരു CV പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നോൺ ടെക്നിക്കൽ ട്രെയിനിങ്ങിൽ മെയിൻലി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വരും. ഓക്കെ, ദെൻ ഇനി നമ്മുടെ പ്രോഗ്രാംസ് ഇതിൽ മെയിൻലി നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾക്ക് PG ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് മറൈൻ ഓട്ടോമേഷൻ, PG ഡിപ്ലോമ ഇൻ MEP ആൻഡ് HVAC, PG ഡിപ്ലോമ ഇൻ പവർ ആൻഡ് ഇലക്ട്രിക്കൽ, PG ഡിപ്ലോമ ഇൻ BMS, ഇലക്ട്രിക്കൽ QC. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം ഓരോന്ന്. ഇപ്പോൾ എനിക്ക് ഓട്ടോമേഷനിൽ മാത്രം പോയാൽ മതി എന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് പഠിക്കാം. ഇല്ല, എനിക്കിത് ഒരു കമ്പൈൻഡ് ആയിട്ട് പഠിക്കണം, ഇപ്പോൾ എനിക്ക് BMSഉം ദെൻ ഇലക്ട്രിക്കൽ QCയും പഠിക്കണം, നിങ്ങൾക്ക് അത് രണ്ടും ചേർത്ത് പഠിക്കാം. ഒരിടത്ത് തന്നെ നിങ്ങൾക്ക് രണ്ടായിട്ട് വർക്ക് ചെയ്യണം. അതായത് ഇലക്ട്രിക്കൽ QC അറിയാവുന്ന ഒരാൾക്കും ഓട്ടോമേഷൻ അറിയാവുന്ന ഒരാളും ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ജോബും അറിയാവുന്ന ഒരാൾ എപ്പോഴും ഒരു ഇൻഡസ്ട്രിക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും. അല്ല, ഇതിപ്പോൾ ഡിഫറെൻറ്റ് മന്ത്സ് ഡ്യൂറേഷനിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രം 3 months to 1 year, അങ്ങനെ ആ ഒരു കാറ്റഗറിയിലേക്കായിരിക്കും നിങ്ങളുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാംസ്
വരുന്നത്. ഓക്കെ, ദെൻ നൗ ഞാൻ എൻ്റെ കമ്പനിയുടെ ഒരു ഇൻട്രോ നിങ്ങൾക്ക് തരാം. സ്മെക് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ കമ്പനിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് എന്ന്. സൊല്യൂഷൻ പ്രൊവൈഡർ ആ വാക്ക് പറയുന്നത് പോലെ തന്നെ ഒരു നീഡുണ്ടെങ്കിൽ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത്. ആ നീഡ് എന്ത് വേണോ ആവാം. ഇപ്പോൾ അതൊരു മെയിൻ്റനൻസ് ആവാം, ഒരു മെറ്റീരിയൽ സപ്ലൈ ആവാം, ഒരു മാൻ പവർ സപ്ലൈ ആകാം. ഓക്കെ, ഇങ്ങനെ എന്താണെങ്കിലും ആ നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ കമ്പനിയാണ് SMEC ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. മെയിൻലി ഈ 5 കാറ്റഗറിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്: ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, മാനുഫാക്ചറിങ്, സപ്ലൈ ആൻഡ് ഇൻസ്റ്റലേഷൻ സപ്പോർട്ട്. ഓക്കെ, ഡിവിഷൻസ് ഓഫ് SMEC. ഓക്കെ, ഫസ്റ്റ് SMEC മറൈൻ സൊല്യൂഷൻസ്. SMEC മറൈൻ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് മേജർ ഷിപ്പ് യാർഡ്സിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഓട്ടോമേഷൻ, ഇലക്ട്രോണിക്സ്, നാവിഗേഷൻ സിസ്റ്റംസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ മെയിൻ്റനൻസ്, മെറ്റീരിയൽ സപ്ലൈ, ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് SMEC മറൈൻ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ദെൻ SMEC ഫോർ ഇൻഡസ്ട്രി. SMEC ഫോർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഈ പറഞ്ഞ മറൈനിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ നമ്മൾ ഇൻഡസ്ട്രികളിലും ചെയ്യുന്നുണ്ട്. ലൈക്ക് മെയിൻലി അത് ഗവൺമെൻറ് പ്രോജക്ട്സ് ആയിരിക്കും എന്നുള്ളതാണ്. പ്രൈവറ്റ് സെക്ടറിൽ കുറച്ചായിരിക്കും പ്രൊജക്ട്സ് വരുന്നത്. പ്രൈവറ്റ് സെക്ടേഴ്സ് അധികമായിട്ട് ചെയ്യാറില്ല. പബ്ലിക് സെക്ടേഴ്സ് ആയിരിക്കും അധികമായിട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഓട്ടോമേഷൻ, ഇലക്ട്രോണിക്സ് ബേസ്ഡ് തിങ്സ് ആയിരിക്കും മെയിൻലി ചെയ്യുന്നത്. SMEC ലാബ്സ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് ഡെവലപ്മെൻറ്റ് കം ട്രെയിനിങ് വിങ് ഓഫ് ദിസ് കമ്പനി. ഇവിടെ നമ്മുടെ മറൈൻ സൊല്യൂഷൻസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ആണെങ്കിലും R&D വർക്ക്സ് ചെയ്യുന്നത് SMEC ലാബ്സിലാണ്. ഒപ്പം നമ്മൾ ഇതുപോലെ എൻജിനീയറിങ് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഉള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, പിന്നെ പല ഡിഫറെൻറ്റ് കമ്പനീസിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വെളിയിൽ നിന്ന്, അതായത് നമ്മുടെ കൺട്രിയിൽ നിന്ന്, വെളിയിലുള്ള കൺട്രീസിൽ നിന്ന് വരുന്നവർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, ക്ലയൻറ്റ് കമ്പനീസിൽ നിന്ന് നിറയെ പേര് ട്രെയിനിങ്ങിന് വേണ്ടി അയക്കും. അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ആൻഡ് അതർ ആക്ടിവിറ്റീസാണ് SMEC ലാബ്സ് നോക്കുന്നത്. ദെൻ SMEC ടെക്നോളജീസ് എന്ന് പറയുന്നത് ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനി എന്ന് പറയാം. ഓക്കെ, നമ്മുടെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സ് നടക്കുന്നു. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ്, അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ്, ദെൻ ജാവ അതുപോലുള്ളത്, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ ദെൻ ബിഗ് ഡേറ്റ, ഇങ്ങനെയുള്ള മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ റിലേറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്, നെറ്റ്വർക്കിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് SMEC ടെക്നോളജീസിൽ നടക്കുന്നത്. ദെൻ SMEC ഫിൻടെക് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് റിലേറ്റഡ് കമ്പനിയാണ്. SAP ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കേട്ടിട്ടുണ്ടാവും SAP എന്ന്. SAP എന്ന് പറയുന്നത് ഒരു ERP സോഫ്റ്റ്വെയർ ആണ്. സോ SAPയുടെ ഡിഫറെൻറ്റ് പ്രോഗ്രാംസിൻ്റെ ട്രെയിനിങ്സും SMEC ഫിൻടെക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോന്നും ഡിഫറെൻറ്റ് സെക്ടേഴ്സാണ്. സ്റ്റഡി എബ്രോഡ് എന്ന് പറയുന്നത് നമുക്ക് വെളിയിലുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാനും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് സ്റ്റഡി എബ്രോഡ് എന്ന് പറയുന്നത്. ഓഫ് ഷോർ വർക്ക്സ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയാണ് SMEC ഓഫ് ഷോർ എന്ന് പറയുന്നത്. റോബോട്ടിക്സ് ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് SMEC റോബോട്ടിക്സ് എന്ന് പറയുന്നത്. ആക്സിയോംസ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് IELTS അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുള്ളതാണ് ആക്സിയോംസ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻറ്റ് SMEC ജോബ്സ്. SMEC ജോബ്സ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പഠിക്കുന്ന ഒരു കാൻഡിഡേറ്റിന് നമ്മൾ കൊടുക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ് SMEC ജോബ്സ് ടു ഗെറ്റ് എ പ്ലേസ്മെൻറ്റ്. അതായത് നിങ്ങൾക്ക് നമ്മൾ ഇൻഡീഡ്, നൗക്കരി പോലെ നമ്മുടേതായ ഒരു പ്ലാറ്റ്ഫോമാണ് SMEC ജോബ്സ് എന്ന് പറയുന്നത്. വെതർ ഞങ്ങൾക്കിപ്പോൾ നോക്കിയാൽ ഞാൻ അടുത്തടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട് എത്ര ബ്രാഞ്ച് ഉണ്ടെന്ന്. ആ ബ്രാഞ്ചസിൻ്റെ എല്ലാം പ്ലേസ്മെൻറ്റ് മാനേജേഴ്സ്, ഓൾമോസ്റ്റ് 23 പ്ലേസ്മെൻറ്റ് ടീമുണ്ട് നമുക്ക്. ആ പ്ലേസ്മെൻറ്റ് ടീംസ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കയ്യിൽ വരുന്ന പ്ലേസ്മെൻറ്റ് റിലേറ്റഡ് തിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ SMEC ജോബ്സിൽ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത്
അങ്ങനെ അതിൽ രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, ദെൻ മെയിൻലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 കോണ്ടിനെൻറ്റ്സിൽ നമ്മളുണ്ട്. നമ്മുടെ വർക്ക്സ് മെയിൻലി 5 കോണ്ടിനെൻറ്റ്സിൽ നടക്കുന്നുണ്ട്. ദെൻ ഞാൻ പറഞ്ഞു നമുക്ക് ഈ മൊത്തം 31 ബ്രാഞ്ചസ് ആണ് ഇന്ത്യക്കകത്തും ഉള്ളത്. അതിൽ നിങ്ങൾ നോക്കിയാൽ ഇൻ കേരള നമുക്ക് 7 ബ്രാഞ്ചുണ്ട്. ഇതല്ലാതെ അതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ തന്നെ 2 ബ്രാഞ്ച്, ട്രിവാൻഡ്രത്ത് 2 ബ്രാഞ്ചുണ്ട്, കാലിക്കറ്റിലുണ്ട്, ആലുവയിലുണ്ട്, കോട്ടയത്തുണ്ട്. ദെൻ കമ്മിങ് ടു കർണാടക വി ആർ ഹാവിങ് മാംഗ്ലൂർ ആൻഡ് ബാംഗ്ലൂർ 3 ബ്രാഞ്ചസ്. ദെൻ കമ്മിങ് ടു തമിഴ്നാടു നമുക്ക് 3 ബ്രാഞ്ചസ് ആണുള്ളത്, ചെന്നൈ, കോയമ്പത്തൂർ ആൻഡ് നാഗർകോവിൽ. ദെൻ ആന്ധ്രാപ്രദേശ് വി ആർ ഹാവിങ് ഇൻ വിശാഖപട്ടണം. Then Telangana we are having in Hyderabad, and Maharashtra we are having in Mumbai and Thane. Then going to Delhi we are having a branch in Noida. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് മെയിൻലി ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഷിപ്പ് യാർഡിലും ഇൻഡസ്ട്രീസിലുമാണ് മെയിൻലി ഉള്ളത്. നിങ്ങൾക്ക് നമ്മുടെ ക്ലയൻസിനെ കാണാം, ലൈക്ക് ആൽബോഗ്, ONGC, L&T, അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ വാർഡ്, അങ്ങനെ അപ്പോളോ, ഇങ്ങനെയുള്ള ഞങ്ങളുടെ ക്ലയൻസാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ദെൻ നമ്മുടെ സിസ്റ്റം ഇൻ്റഗ്രേറ്റേഴ്സ്, ഷ്നൈഡർ ഇലക്ട്രിക് ഒരു ജർമ്മൻ കമ്പനിയാണ്. ഇപ്പോൾ ലൈക്ക് അവർക്ക് അവരുടെ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ്, ഇപ്പോൾ നിങ്ങൾ പറയണം നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഒരു പ്രൊജക്റ്റ് വരുന്നതെന്ന് വെച്ചു, ആ പ്രൊജക്റ്റ് ഷ്നൈഡർ ഇലക്ട്രിക്കിനാണ് കിട്ടുന്നതെന്ന് വെച്ചു, ജർമ്മനിയിൽ നിന്ന് ആരും വന്ന് ഇവിടെ വർക്ക് ചെയ്യില്ല. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ ആ ഏരിയയിലുള്ള സിസ്റ്റം ഇൻ്റഗ്രേറ്റർ ആരാണെന്ന് നോക്കും. ആ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ ആയിരിക്കും ആ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നാളെ ഒരു കമ്പനി തുടങ്ങുകയാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഷ്നൈഡർ ഇലക്ട്രിക്കിൻ്റെ ഒരു പ്രൊഡക്റ്റ് വേണം. നിങ്ങൾ എന്ത് ചെയ്തു, ഷ്നൈഡർ ഇലക്ട്രിക്കിൻ്റെ സൈറ്റിൽ കയറി എനിക്ക് ഈ പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞ് എൻക്വയറി കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും ജർമ്മനിയിൽ നിന്ന് അത് ഷിപ്പ് ചെയ്യില്ല. പകരം ആ എൻക്വയറി ഞങ്ങൾക്കായിരിക്കും വരുന്നത്, ഞങ്ങളത് പ്രൊവൈഡ് ചെയ്ത് തരും. സോ അവരുടെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അവരുടെ വർക്ക്, മെറ്റീരിയൽ സപ്ലൈ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളാണ് ചെയ്യുന്നത്. ദെൻ എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് TVL, RELAND, NSDC, ISA, AWS, ASNT. ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വരുന്ന സ്ലൈഡുകളിൽ നിങ്ങൾക്ക് പറയാം. ദെൻ നേരത്തെ ഞാൻ പറഞ്ഞു 5 കോണ്ടിനെൻറ്റ്സിലുണ്ടെന്ന്. മേജർ കൺട്രീസിലുള്ള വർക്ക്സ് ഇതാണ്. ഇതെല്ലാം നമ്മുടെ ചാനൽ പാർട്ട്നേഴ്സാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ നേവൽ ഷിപ്പ് യാർഡ്, റിപ്പയർഡ് യാർഡിൽ രജിസ്റ്റേർഡ് ആണ്. മെയിൻലി ഉള്ള 5 ഷിപ്പ് യാർഡിലും, അതായത് കാർവാർ, കൊച്ചി, വിശാഖപട്ടണം, മുംബൈ ആൻഡ് മഹാരാഷ്ട്ര, മസഗൺ, ഈ 5 ഷിപ്പ് യാർഡിലും ഷിപ്പ് റിപ്പയർ യാർഡിലും നമ്മുടെ കമ്പനി രജിസ്റ്റേർഡാണ്. ഇപ്പോൾ INS വിക്രമാദിത്യ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, വാർഷിപ്പാണ്, നമ്മുടെ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മളതിൻ്റെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ്, അതിലുള്ള പ്രൊജക്റ്റ് നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ തന്നിരിക്കുന്നത്. ദെൻ SMEC ലാബ്സിനെ സംബന്ധിച്ചോളം SMEC ലാബ്സ് മെയിൻലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു കോളേജിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആ കോളേജിലെ ഫാക്കൾട്ടി ഡെവലപ്മെൻറ്റ്, അതായത് ഇപ്പോൾ നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഓട്ടോമേഷൻ നമ്മുടെ സിലബസിലില്ല അല്ലേ, ഇപ്പോൾ ഞാൻ പഠിക്കുമ്പോഴും ഇല്ല, നിങ്ങൾ പഠിക്കുമ്പോഴും ഇല്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അഡീഷണൽ സ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആ സ്കിൽ ഡെവലപ്മെൻറ്റ്, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, യൂത്ത് ഡെവലപ്മെൻറ്റ്, റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്, ഡിജിറ്റൽ എംപവർമെൻറ്റ്, ദെൻ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻട്രാക്ഷൻ. കമ്മിങ് ടു അക്രഡിറ്റേഷൻസ്. അക്രഡിറ്റേഷൻസിന് എന്തെങ്കിലും റോൾ ഉണ്ടോ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിൽ? ഉറപ്പായിട്ടും അക്രഡിറ്റേഷൻസിനൊരു റോളുണ്ട്. ഈ അക്രഡിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ NSDC, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. NSDC എന്ന് പറയുന്നത് നമ്മുടെ മോദിജി കൊണ്ടുവന്നൊരു ഇതാണെന്ന് പറയാം, അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ വന്നൊരു ഇതാണെന്ന് നമുക്ക് പറയാം. ദെൻ NSDCയിലെ അക്രഡിറ്റേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അറിയാമോ? ഇപ്പോൾ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു കോഴ്സ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഫീസാണ് അല്ലേ? ഒരിക്കലും ഫസ്റ്റ് ഫീസല്ല. നമ്മൾ ഫസ്റ്റ് വൺ ശ്രദ്ധിക്കേണ്ടത് സിലബസ്. നമ്മൾ പഠിക്കാൻ പോകുന്നതിൻ്റെ സിലബസ് എന്താണ്? സോ ആ സിലബസ് ആര് അക്രെഡിറ്റ് ചെയ്തതാണ്?
അങ്ങനെ അക്രഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സിലബസിനൊപ്പമുള്ള ലാബ് ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? സോ സെക്കൻഡ്, ലാബ് ഫെസിലിറ്റീസ് അല്ലേ? സോ അക്രഡിറ്റേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. സോ നമ്മുടെ നാഷണൽ അക്രഡിറ്റേഷൻസ് എന്ന് പറയുന്നത് NSDC, ESSCI, CGSI, NIELIT, CASE, ASAP, Sector Skill Council, IAC. ഓക്കെ, മെയിൻലി ഇതാണ് നമ്മുടെ നാഷണൽ അക്രഡിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇത് പലതും പല കോഴ്സിൻ്റേതായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ NIELIT നോക്കിയാൽ NIELT എന്ന് പറയുന്നത് എംബഡഡ് സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സിനാണ്. NSDC എന്ന് പറയുമ്പോഴത്തേക്ക് അവർ എല്ലാ കോഴ്സിൻ്റെതും സിലബസ് നോക്കി അത് കറണ്ട് ഇതുമായിട്ടുള്ള കറണ്ട് സെക്ടറുമായിട്ട് മാച്ചിങ് ആണോ എന്ന് നോക്കി അതിൻ്റെ ലാബ് ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കിയാണ് അവർ അക്രഡിറ്റ് ചെയ്തത്. ഓക്കെ, ദെൻ ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻസ്, TUV Ireland, ASME, ASHRAE, അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട്. ASME എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൊസൈറ്റി ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, അമേരിക്കൻ വെൽഡിംഗ് സൊസൈറ്റി, അമേരിക്കൻ സൊസൈറ്റി ഫോർ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, സിറ്റി ആൻഡ് ഗിൽസ് ബ്യൂറോ വെരിറ്റാസ്, ദെൻ ജെയിൻ യൂണിവേഴ്സിറ്റി. ഇതിലിപ്പോൾ നിങ്ങൾ TUV Ireland നോക്കിയാൽ ഒരു എംബസി അറ്റസ്റ്റഡ്. ഇപ്പോൾ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി പഠിച്ചു. ഓക്കെ, ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ അറ്റസ്റ്റ് ചെയ്യണമെന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഉറപ്പായിട്ട് നമ്മൾ വെളിയിൽ എവിടെ പോയാലും നമ്മൾ അറ്റസ്റ്റ് ചെയ്തിട്ട് പോകണം. അതിൽ അവർ ചെക്ക് ചെയ്യുന്നത് ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ് TUV Ireland എന്ന് പറയുന്നത്. TUV Irelandൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ഹോളോഗ്രാമിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ, ഈ അക്രഡിറ്റേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അതിൽ വ്യൂ ആവും. ഓക്കെ, NSDC ഇതാണ് കമ്പനിയുടെ NSDC സർട്ടിഫിക്കേഷൻ പാർട്ട്ണർഷിപ്പ്. ഇത് മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ ഓരോതിൻ്റെയും സർട്ടിഫിക്കേഷൻ. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഷ്നൈഡർ ഇലക്ട്രിക്കിൻ്റെ സിസ്റ്റം ഇൻ്റഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിലുണ്ടാവും.